പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. നമുക്ക് നമ്മുടെ മലയാളം കേരള പാഠാവലിയിൽ അതില് നാലാമത്തെ യൂണിറ്റ് വാക്കുകൾ സർഗതാളങ്ങൾ എന്നതാണ് നമ്മുടെ യൂണിറ്റിന്റെ പേര്. അപ്പൊ അതില് പ്രവേശകം എന്ന് പറഞ്ഞൊരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് നോക്കുക. നമുക്ക് പാബ്ലോ നെരൂദയുടെ പ്രവേശകം പറയുന്ന കാര്യങ്ങൾ നോക്കുക. ആ പ്രായത്തിലാണ് എന്നെ തേടി കവിത വന്നണഞ്ഞത്. എനിക്കറിയില്ല എവിടെ നിന്നാണത് വന്നെത്തിയതെന്ന് എനിക്കറിയില്ല. കുളിർത്തു വിറയ്ക്കുന്ന ശിശിരത്തിൽ നിന്നോ പതഞ്ഞൊഴുകുന്ന നദിയിൽ നിന്നോ എങ്ങനെയോ ആണെപ്പോഴാണെന്നും എനിക്കറിയില്ല. ഒരു കവിയുടെ സർഗാത്മകത ഏത് സമയത്താണ് വരുന്നതെന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. എപ്പോഴും അത് ഉത്ഭവിക്കാം, എപ്പോഴും അത് വരാം. സാന്ദർഭികമായിട്ട് പലതും അത് സംഭവിക്കും. അനുഭവങ്ങളാണ് അവരെ അത് ആ സർഗാത്മകതയെ ഉദയത്തിന് കാരണം എന്നൊക്കെ പറയുന്നത്. അനുഭവങ്ങൾ അത് ഓരോരുത്തരുടെ കാര്യങ്ങളും അങ്ങനെ തന്നെ. ഇപ്പൊ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ദസ്തേവ്സ്കി അല്ലേ, ദസ്തേവ്സ്കിയുടെ ഒക്കെ അനുഭവം നമ്മൾ പറഞ്ഞു. അത് എപ്പോഴാണ് സ്റ്റെലോസ്കി എപ്പോഴും പറയും എനിക്ക് ഇന്ന സമയത്ത് എഴുതി തരണം, അന്ന് അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. എനിക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് എപ്പോഴാണ് ഇത് അല്ലെങ്കിൽ കവിത എഴുതാൻ മൂഡ് വരുന്നത് എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതിന്റെ അതേ ഒരു അർത്ഥം തന്നെയാണ് ഇതില്. ഏത് പ്രായത്തിലാണ് എപ്പോഴാണെന്ന് അറിയില്ല എന്നെ തേടി കവിത വന്നെത്തുന്നത് അല്ലെ. എനിക്കറിയില്ല എവിടെ നിന്നാണത് വരുന്നതെന്ന് അറിയില്ല. അപ്പൊ എല്ലാരും പറയും അതൊരു ഈ സർഗാത്മക എന്ന് പറഞ്ഞാൽ ദൈവികമാണെന്നൊക്കെ പറയും. ദൈവികമായിട്ടുള്ളൊരു ഒരു സിദ്ധിയാണ്, ജന്മസിദ്ധിയാണ് അല്ലെ. കാളിദാസനൊക്കെ അങ്ങനെയാണ് കിട്ടിയത്. കാളി കൊടുത്തു അല്ലെ. കാളിദാസന്റെ പൂർവ്വചരിത്രം എന്ന് പറഞ്ഞാൽ വളരെയധികം ഒരു എന്താ പറയുക, ഭ്രാന്തനായിരുന്നു, ഒരു വിവരമില്ലാത്ത ആളായിരുന്നു കാളിദാസ് എന്ന് പറയുന്നു. പിന്നെ ഒരു കോവിലില് ചെന്ന സമയത്ത് അവിടെ വെച്ച് കാളി ഇല്ലാത്ത സമയത്ത് കോവിലിൽ കയറിക്കൂടി കാളിദാസൻ. എന്നിട്ട് കാളി പുറത്തു വന്നു. ആരാണ് അകത്ത് ചോദിച്ചു. അകത്ത് ഞാനാണ്. പുറത്താരാന്ന് ചോദിച്ചു. പുറത്ത് കാളി, അകത്താരാ കാളിദാസൻ. അപ്പൊ എന്താണ് വേണ്ടത് ചോദിക്കുന്നു. അപ്പൊ എനിക്ക് ജ്ഞാനം വേണം. അങ്ങനെയാണ് കാളിദാസ് ജ്ഞാനം കിട്ടിയതെന്നൊക്കെയാണ് കഥയിൽ പറയുന്നത് അല്ലെ. ഐതിഹ്യം ഒക്കെ അങ്ങനെയാണ്. അപ്പോ നമുക്കറിയാം വാൽമീകി മഹർഷി അങ്ങനെ തന്നെ കിട്ടിയത് അല്ലെ. അദ്ദേഹം പഴയ കാലത്തൊരു കവർച്ചക്കാരനായിരുന്നു. പിന്നീട് അദ്ദേഹം തപസ് ചെയ്തു. അങ്ങനെ വാൽമീകത്തിൽ നിന്നും സപ്തർഷികള് അയാൾ ചെയ്ത പാപത്തിന് മോക്ഷത്തിന് വേണ്ടി തപസ് ചെയ്തു. അങ്ങനെ സപ്തർഷികള് തിരിച്ചു വരുമ്പോഴേക്കും അദ്ദേഹം ഒരു പുറ്റായി. അങ്ങനെ വാൽമീകത്തിൽ നിന്നും വന്ന ആളാണ് വാൽമീകി. എന്നിട്ടാണ് അദ്ദേഹം രാമായണവും ചിലപ്പോൾ ഭാരതമൊക്കെ എഴുതിയത് അല്ലെ. അപ്പൊ ഏതൊരു കവികളുടെയും അത് ഏത് സമയത്താണ് എങ്ങനെയാണ് എന്നും പറയാൻ കഴിയില്ല. അതൊരു എന്താ പറയുക, ഒരു സർഗാത്മക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വൈശിഷ്ടമായ സംഭവമാണ്, ഒരു സിദ്ധിയാണ്, ദൈവികമാണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോ ഈ പാബ്ലോ നെരൂദ പറയുന്നതും അങ്ങനെ തന്നെയാണ്. എവിടുന്ന് എനിക്കറിയില്ല, എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല, എനിക്കറിയില്ല. അത് എന്താണെന്ന് വെച്ചെങ്കിൽ അതൊരു പ്രകൃതിയുടെ സ്വാധീനം ഉണ്ടായിരിക്കാം അല്ലെ. കുളിർത്തു കുറയ്ക്കുന്ന ശിശിരത്തിൽ നിന്നാണോ, ഭയങ്കര തണുപ്പുള്ള മഞ്ഞുകാലത്ത് ആ ശിശിരം, അവിടെ നിന്നാണോ എനിക്ക് കവിത വന്നതെന്ന് അറിയില്ല. അതിനെ കണ്ടിട്ടാണോ കവിത തോന്നിയെന്ന് അറിയില്ല. പിന്നെ പതഞ്ഞൊഴുകുന്ന നദി, അതൊക്കെ ഒരു മനോഹരമായ ദൃശ്യങ്ങളാണ്, ദൃശ്യബിംബങ്ങളാണ്. അത് കണ്ടിട്ടാണെന്ന് എനിക്കറിയില്ല. എങ്ങനെയാണോ എപ്പോഴാണെന്നും എനിക്കറിയില്ല. എന്താണെങ്കിലും ആ ഒരു കാര്യമാണ് അദ്ദേഹം ഈ ഒരു പാബ്ലോ നെരൂദയുടെ ഈ ഒരു കാവ്യശകലങ്ങളിൽ നിന്നും പറയുന്നത്. അപ്പോ പാബ്ലോ നെരൂദ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അദ്ദേഹം ചിലിയിലെ വിശ്വമഹാകവിയാണ് അല്ലെ. ചിലിയിലാണ് അദ്ദേഹം, വിശ്വമഹാകവിയാണ്. എന്താ വെച്ചാൽ സൃഷ്ടി രഹസ്യത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു ചെറു കവിതയാണ് ഇപ്പൊ നമ്മൾ വായിച്ചത് അല്ലെ. അപ്പോ സൃഷ്ടി രഹസ്യം എന്താണെന്ന് അദ്ദേഹം പറയുന്നതിലൂടെ അല്ലെ. സർഗവാസന ജന്മസിദ്ധമായ കഴിവായിട്ടാണ് നെരൂദ കാണുന്നത് അല്ലെ. സർഗാത്മകം എന്ന് പറഞ്ഞാൽ അതൊരു ജന്മസിദ്ധമായ കഴിവാണ്. അറിയാതെ വന്നു സംഭവിക്കുന്ന അസുലഭമായ ഒരു കാവ്യ സൗഭാഗ്യത്തെ കാവ്യാത്മകമായിട്ടാണ് ഇതിലൂടെ കവിത നെരൂദ വിവരിക്കുന്നത് കേട്ടോ. കവിത ഏതു പ്രായത്തിലും സംഭവിക്കാം. എപ്പോൾ, എവിടെ നിന്ന്, എങ്ങനെ എന്നൊന്നും പറയാൻ സാധിക്കില്ല എന്നർത്ഥം. ചിലപ്പോൾ ഒരു ശിശിരത്തിന്റെ മനോഹാരിതയിൽ നിന്നോ, ചിലപ്പോൾ തീരം തല്ലി പാഞ്ഞു പോകുന്ന ഒരു നദിയുടെ ദർശനത്തിൽ നിന്നോ ആയിരിക്കാം ആ മധുരവികാരം ആവിർഭവിക്കുക. ഒന്നും പറയാൻ കഴിയില്ല, എങ്ങനെയൊക്കെ ആയിരിക്കാം കവിതയുടെ വരവ്. പ്രകൃതി ദൃശ്യങ്ങളിൽ നിന്നും ആത്മാനുഭൂതികളിൽ നിന്നും
ഒക്കെ കവിത ആത്മാവിലേക്ക് ഇറ്റിറ്റ് വീഴാം. കവിത എല്ലായിടത്തും എന്ന പോലെ എല്ലാവരിലും കവിത ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കവിത ഉണ്ട്. ആ സർഗാത്മകത എപ്പോഴും ഉണ്ട്. എവിടെ നമുക്കത് അത് ഒഴുകി വരാൻ ഒരു നിമിത്തം വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ അത് രൂപം കൊള്ളുക എപ്പോഴാണ് എന്നൊന്നും അത് പ്രവചനങ്ങൾക്ക് അതീതമാണ്. എങ്ങനെയാ വരിക എന്നറിയില്ല. അപ്പോൾ ഈ ഒരു നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റിലെ വാക്കുകൾ സർഗതാളങ്ങൾ എന്നാണ് അതിന്റെ വാക്ക്. ഓരോ വാക്കുകളും സർഗാത്മകതയാണ്. സർഗാത്മക താളങ്ങളാണ്. സർഗതയുടെ താളങ്ങളാണ്, അല്ലെങ്കിൽ നിർഗളിക്കുന്ന താളങ്ങളാണ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇതില് ഒരു പിന്നെ 3 പാഠങ്ങൾ ഇതിൽ പറയുന്നുണ്ട് അല്ലെ. ഒന്ന് അക്കർമശി എന്ന് പറഞ്ഞൊരു പാഠം നമുക്ക്, അക്കർമശി എന്ന് പറഞ്ഞൊരു പിന്നെ ലിംബാളയുടെ ഒരു പാഠം നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഞാൻ കഥാകാരനായ കഥ, പിന്നെ നമ്മുടെ എസ് കെ പൊറ്റക്കാടിന്റെ, പിന്നെ അശ്വമേധം വയലാറിന്റെ. ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഈ സർഗാത്മകതയെ കുറിച്ച് അദ്ദേഹം പറയും. ഇതിൽ പറയുന്നത് ഈ 3 കാര്യങ്ങളിലും സർഗാത്മകതയെ കുറിച്ചിട്ടാണ് പിന്നെ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് നമ്മുടെ അക്കർമാശിയാണെങ്കിലും അതിലെ ലിംബാളയെ ഒരു സാഹിത്യകാരനാക്കി മാറ്റിയത്, ഒരു കവിയാക്കി മാറ്റിയത്, ഒരു എഴുത്തുകാരനാക്കി മാറ്റിയത് ഒരുപാട് ദുരനുഭവങ്ങളായിരുന്നു. ബാല്യകാലത്ത് അദ്ദേഹം അനുഭവിച്ച ഒരുപാട് എന്താ പറയുക തീക്ഷ്ണമായ അനുഭവങ്ങളായിരുന്നു അല്ലെ. ദാരിദ്ര്യത്തിന്റെയും അതുപോലെ പട്ടിണിയുടെയും വിശപ്പിന്റെയും അനുഭവങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിൽ നിന്നായിരിക്കാം അദ്ദേഹത്തിന് ഇങ്ങനെ എഴുതാനുള്ള പ്രചോദനം ഉണ്ടായത്. അല്ലെങ്കിൽ ജാതീയമായിട്ട് ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് പീഡനങ്ങളും അനുഭവിക്കേണ്ടി വന്ന അദ്ദേഹമാണ്. മഹാർ ജാതിയിലാണ് അദ്ദേഹം പെട്ടത്. ഇപ്പൊ ഉത്തരേന്ത്യയിൽ എന്ന് പറഞ്ഞാൽ മഹാർ ജാതി എന്ന് പറഞ്ഞൊരു താണ വിഭാഗക്കാരാണ്, ദളിത സമൂഹക്കാർ, ദളിത വിഭാഗമാണ്. അപ്പൊ അവിടെ പിന്നെ ഉന്നത ജാതിക്കാരിൽ നിന്നും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ആ ഒരു പീഡനങ്ങളെ, ഒരു എന്താ പറയാ അവഗണന അങ്ങനെ അനുഭവിച്ചത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അങ്ങനെയൊക്കെയുള്ള തീക്ഷ്ണമായ അനുഭവങ്ങൾ ബാല്യകാലത്തുണ്ടായിരുന്നു അല്ലെ. നമ്മുടെ അംബേദ്കർക്കും അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ ഭരണഘടനാ ശില്പിയായ അംബേദ്കർക്കും ഇതേ അനുഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദളിതനായിട്ടാണ് അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും. അപ്പോൾ അക്കാലത്ത് ജാതീയമായില്ല, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ ജാതീയത ഒരുപാട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ജാതീയതക്ക് അനുഭവിക്കേണ്ടി വന്ന പാവം ഒരു മനുഷ്യരുടെ അനുഭവങ്ങളൊക്കെയാണ് നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇതിലൂടെ പറയുന്നത്. പിന്നെ അതുപോലെ ഞാൻ കഥാകാരനായ കഥ MTയുടെ, അതും നമുക്ക് അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്. പിന്നെ അല്ലെങ്കിൽ ആ സമയത്ത് അവിടെയുള്ള ഒരു അടുത്ത വീട്ടിലുള്ള ഒരു വൃദ്ധയായ സ്ത്രീ വന്നു. എന്നിട്ട് ആ വൃദ്ധയായ സ്ത്രീയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ വൃദ്ധയായ സ്ത്രീക്കൊരു മകൻ ഉണ്ടായിരുന്നു. ഈ മകനെ അങ്ങനെ പഠിപ്പിച്ചു. കാരണം ഒരുപാട് പിന്നെ ഉള്ള സ്വത്തൊക്കെ വിറ്റ്, ആ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ, സ്വത്തൊക്കെ വിറ്റ് പഠിപ്പിച്ചു എന്ന് മാത്രമല്ല കൂലിപ്പണി എടുത്തിട്ട് വന്ന് അങ്ങനെ ഊട്ടി വളർത്തിയ മകനെയൊക്കെ പഠിപ്പിച്ച് വലിയ ആളാക്കി. അവന് ജോലി കിട്ടിയ സമയത്ത് അവന് ഒരു പുതുപ്പെണ്ണിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. പുതുപ്പെണ്ണിനെ കണ്ട് ആ പുതുപ്പെണ്ണിന്റെ ഒപ്പം അമ്മയെ ഉപേക്ഷിച്ചു പോയി. അങ്ങനെ അമ്മയെ ഉപേക്ഷിച്ചു പോയിട്ട് പാവം അമ്മയ്ക്ക് ആരുമില്ല. അമ്മ അങ്ങനെ കരഞ്ഞ് ആരും ഒരു പൈസ കൊടുക്കാനില്ല. ആകെ പ്രതീക്ഷിച്ച മകനെ വളർത്തിയാണ്. മകൻ ഇങ്ങനെ ഒരു സുന്ദരിയായ പെണ്ണൊപ്പം അല്ലെ, അങ്ങനെ അവൻ പോയി. ആ പോയോടുകൂടി അമ്മയെ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ കഷ്ടമായിട്ട് അനുഭവിച്ചു. അങ്ങനെ അപ്പോഴാണ് നമ്മുടെ എസ് കെ പൊറ്റക്കാടിന്റെ വീട്ടിൽ വന്നിട്ട്, സ്കൂൾ കുട്ടിയാണ് എസ് കെ പൊറ്റക്കാട്. അപ്പോൾ ഈ മകനൊരു കത്ത് എഴുതണം. മകനെ ഇവിടെ ജോലി കിട്ടിയ സ്ഥലത്ത് പുതിയ ഭാര്യയോടൊപ്പം ജീവിക്കുകയാണ്, അമ്മയെ മറന്ന് ജീവിക്കുകയാണ്. അപ്പോൾ അമ്മ പറഞ്ഞു കൊടുത്ത കഥ, അല്ലെങ്കിൽ അമ്മ അങ്ങനെ പഠിപ്പിച്ചതും കാര്യങ്ങളും മകനെ അങ്ങനെ വളർത്തിയതും അവൻ അവസാനം ഉപേക്ഷിച്ചു പോയതും, അങ്ങനെ ആ കണ്ണീരിൽ അല്ലെങ്കിൽ കുതിർന്ന കഥ എസ് കെ പൊറ്റക്കാടിന് പറഞ്ഞു കൊടുത്തു. എസ് കെ പൊറ്റക്കാട് എന്ത് ചെയ്തു, അതിൽ കുറച്ച് ഭാവനയുടെ വിലാസങ്ങൾ കൂട്ടി, അല്ലെങ്കിൽ പൊടിപ്പും തൊങ്ങലെന്ന് പറയുന്നുണ്ടായില്ലേ, പൊടിപ്പും തൊങ്ങലും അല്ലെങ്കിൽ സരസ്വതി വിലാസങ്ങൾ കൂട്ടിയിട്ട് നന്നായി അങ്ങോട്ട് പെരുപ്പിച്ച് എഴുതിയിട്ട് ആ മകന് കത്തയച്ചു. അപ്പൊ ആ കത്ത് വായിച്ച ഉടനെ മകന്റെ മനസ്സലിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഒരു എഴുത്തുകാരന്റെ സർഗാത്മകമായ കഴിവാണ് കാണിക്കുന്നത്. മകന്റെ ആ മനസ്സലിഞ്ഞു എന്ന് മാത്രമല്ല, മകൻ അമ്മയ്ക്ക് ഭാര്യ അറിയാതെ പൈസ അയച്ചു കൊടുത്തു. പിന്നീട് അത് മാത്രമല്ല, അവിടെ നിന്നില്ല, പിന്നെ ആ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് മകൻ വരുന്നുണ്ട് ഭാര്യ അറിയാതെ. ഇങ്ങനെയാണ്. അപ്പൊ അവിടെയാണ് അല്ലെങ്കിൽ എഴുത്തുകാരന്റെ അല്ലെങ്കിൽ ആ ഒരു സർഗാത്മകത തെളിഞ്ഞത്. കാരണം ഈ ഒരു അനുഭവമാണെങ്കിലും, പച്ചയായ അനുഭവമാണെങ്കിലും, അതിലൂടെ കുറച്ചും പൊടിപ്പും തൊങ്ങലൊക്കെ ഉപയോഗിച്ച് എഴുതിയിട്ട് ആർക്കാണ് അയക്കുന്നത് അയാളുടെ മനസ്സലിയിച്ച് അയാളെ തെറ്റിൽ നിന്നും അദ്ദേഹത്തിനെ ശരിയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു
ശേഷി, ഒരു സർഗാത്മകത അന്ന് തനിക്കുണ്ടെന്ന് നമ്മുടെ എസ് കെ പൊറ്റക്കാട് മനസ്സിലാക്കി. അങ്ങനെയാണ് കഥാകാരനായ കഥ അദ്ദേഹം ഇതിലൂടെ പറയുന്നത് കേട്ടോ. അപ്പൊ ആ സമയത്ത് നമുക്ക് നോക്കാം ബാക്കി കാര്യങ്ങൾ. പിന്നെ അശ്വമേധം, വയലാറിന്റെ അശ്വമേധം, ഈ സർഗശേഷിയായിട്ടുള്ള അശ്വമേധത്തിന് അദ്ദേഹം തുറന്നു വിടുകയാണ്. പിന്നെ ഈ കാരണം കാലങ്ങൾക്കും ദേശങ്ങൾക്കും അതീതമാണ് കല, സർഗാത്മകത. അപ്പോ ആ തന്റെ ചെമ്പൻ കുതിരയെ അദ്ദേഹം തുറസായിട്ട് തുറന്നു വിടുന്നു. സർഗശേഷിയാവുന്ന ചെമ്പൻ കുതിരയെ തുറന്നു വിടുന്നു. ആരെങ്കിലും അത് പിടിച്ചു കെട്ടാറുണ്ടെന്ന് ചോദിക്കുന്നു. ആരാണ് എന്റെ കുതിരയെ പിടിച്ചു കെട്ടാൻ ഉള്ളത് എന്നൊക്കെ അങ്ങനെ ഒരു വെല്ലുവിളിക്കുന്ന ഒരു സർഗാത്മക, അത്രയും സർഗശേഷിയുള്ള ആളായിരുന്നു വയലാർ. അപ്പൊ വയലാറിന്റെ ആ സർഗാത്മകത എല്ലാവർക്കും, ഇല്ലെങ്കിൽ നമ്മളെ കാലത്തിന് ദേശത്തിന് അതീതമായിട്ട് വിശാലമായ ലോകത്തേക്ക് അശ്വമേധത്തിന് വേണ്ടിയിട്ട് ആ സർഗാത്മകതയെ അദ്ദേഹം, സർഗാത്മകമാവുന്ന അശ്വത്തെ അദ്ദേഹം തുറന്നുവിടുന്ന ആ കാര്യമാണ് അത് പറയുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്കത് പഠിക്കാം. എന്താണെങ്കിലും നമുക്കിതില് ലിംബാളയുടെ കാര്യമാണ് ആദ്യത്തെ, അല്ലെ, അക്കർമാശി എന്ന ലിംബാളയുടെ ആ കാര്യമാണ് നമുക്കിത് പറയുന്നത്. അപ്പൊ ഈ ഒരു എഴുതിയിട്ടുള്ള ലിംബാള ആരാണ്? ഈ ഡോക്ടർ ശരൺകുമാർ ലിംബാളെ എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്നെ. മുഴുവൻ പേരും ഡോക്ടർ ശരൺകുമാർ ലിംബാളെ എന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേട്ടോ. നിങ്ങൾ അത് മറക്കരുത്. അദ്ദേഹത്തിന്റെ എന്താ വെച്ചെങ്കിൽ അദ്ദേഹം പിന്നെ നോക്കൂ, സുപ്രസിദ്ധ മറാത്തി സാഹിത്യകാരനാണ്. മറാത്തി സാഹിത്യകാരനാണ് അദ്ദേഹം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, 1956 മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് അദ്ദേഹം ജനിച്ചത്. പൂനെയിൽ ജനിച്ചു. പിന്നെ തന്റെ 25-ാം വയസ്സിൽ എഴുതിയ പുസ്തകമാണ് അക്കർമാശി. മനസ്സിലാവും, 25-ാമത്തെ വയസ്സിൽ എഴുതിയാണ്. അക്കർമാശി എന്താണ്? ഒരു ആത്മകഥ കേട്ടോ. ചിലപ്പോൾ അക്കർമാശി ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു എന്നൊരു ചോദ്യം വന്നാൽ എന്താണ്? ആത്മകഥയാണ്. ലിംബാളയുടെ ആത്മകഥയാണ് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പൊ അക്കർമാശി, ചുവാചുത്ത്, ബഹുജൻ, ഹിന്ദു തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോ ഇദ്ദേഹം ഇപ്പൊ ആരാണ്? നമുക്ക് ഇദ്ദേഹം ഇപ്പോഴുള്ള എന്താ വെച്ചെങ്കിൽ നാസിക് ആസ്ഥാനമായുള്ള യശ്വന്തറാവു ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പൂനെ ഡിവിഷൻ റീജിയണൽ ഡയറക്ടറാണ് അദ്ദേഹം. മനസ്സിലാക്കാം. അപ്പൊ അദ്ദേഹം നാസിക് ആസ്ഥാനമായുള്ള യശ്വന്തറാവു ചവാൻ മഹാരാഷ്ട്ര ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പൂനെ ഡിവിഷൻ റീജിയണൽ ഡയറക്ടറാണ് കേട്ടോ. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തനമായിരുന്നു. പിന്നെ എന്താണെങ്കിലും അങ്ങനെ ഒരുപാട് ദാരിദ്ര്യവും വിശപ്പും പട്ടിണിയും എന്നൊക്കെ പറയില്ല നമ്മളൊക്കെ അനുഭവിച്ച്, അങ്ങനെ ഈ ജാതീയ ഭ്രഷ്ട് എന്ന് പറഞ്ഞാൽ അനുഭവിച്ച്. ഇപ്പൊ ഇതിന്റെ പിന്നെ ഈ ഇതന്നെ അക്കർമാശി എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അർദ്ധജാതി എന്നാ പറയുക. അർദ്ധജാതി അതല്ലെങ്കിൽ ജാതി ഭ്രഷ്ട് എന്നൊക്കെ തന്നെ അർത്ഥമുണ്ട്. അങ്ങനെ അനുഭവിച്ച ഒരു ആളാണ് നമ്മുടെ പിന്നെ ലിംബാളെ കേട്ടോ. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ആത്മകഥോപാഖ്യാനമാണ് അക്കർമാശി. കീഴാള ജീവിതത്തിന്റെ ദുരന്തം നിറഞ്ഞ നേർക്കാഴ്ചകളാണ് ഇതില് പ്രതിപാദിക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിന്റെ ലിംബാളയുടെ ആത്മകഥാപരമായ ഒരു കൃതി ഇതിലെ ഗ്രാമത്തിന്റെയും ജനതയുടെയും നേരെ പകർപ്പാണ് കേട്ടോ. അപ്പൊ ക്ലിയർ കട്ട് പിക്ചർ എന്നൊക്കെ പറയും, അങ്ങനെ നേരെ പകർപ്പായിട്ടുള്ള ഒരു ഭാഗമാണിത്. പിന്നെ ലിംബാളെ ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലത്തിന്റെ വേദനാജനകമായ ഓർമ്മകൾ ഇതിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു ദളിത ബ്രാഹ്മണനായിട്ട് അല്ലെങ്കിൽ അർദ്ധജാതിയായിട്ട് അദ്ദേഹം ജനിച്ചു. അങ്ങനെ നേരിട്ട് തീഷ്ണവും ഭയാനകവുമായ അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഈ അദ്ദേഹം ചാണകത്തിൽ നിന്നും ശേഖരിക്കുന്ന ധാന്യമണികൾ പൊടിച്ച് തിന്ന് വിശപ്പടക്കിയിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ബാല്യകാലത്തിലെ അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മളെ ഈ ഒരു പാഠഭാഗത്തിന്റെ ചെറിയൊരു ആശയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതിലെ കുമാർ മാമ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കുമാർ മാമയുടെയും പിന്നെ മുത്തശ്ശി ആണ് ശാന്താത്യ. അവരുടെ കൂടെയാണ് നമ്മളെ ലിംബാളെ താമസിച്ചിരുന്നത്, അല്ലെ. അപ്പൊ ഈ കുമാർ മാമയ്ക്ക് ഒരു മടിയനാ കുമാർ മാമ. അദ്ദേഹത്തിന് കാര്യമായ വരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ശാന്താത്യ എന്ന് പറഞ്ഞ മുത്തശ്ശി ശാന്താത്യ എന്ത് ചെയ്യുന്നു? ചപ്പു ചവറുകള് പെറുക്കാൻ പോകുമ്പോൾ ലിംബാളയും പോവും അവരൊപ്പം. അങ്ങനെ ചപ്പു ചവറിൽ പെറുക്കി ജീവിക്കുന്ന അങ്ങനെയാണ് നിത്യജീവിതം കഴിയുന്നവര്. അപ്പോൾ അതിനൊപ്പം ലിംബാളയും പോവും. അങ്ങനെ എന്തെങ്കിലും പെറുക്കി കിട്ടുന്ന സമയത്ത്, ചപ്പുചോറിൽ പെറുക്കി കിട്ടുന്ന സമയത്ത് ആക്രി എന്നൊക്കെ പറയില്ല ഇവിടെ, ചപ്പുചോറിൽ പെറുക്കി കിട്ടുന്നതിൽ ആയിരുന്നു അവരുടെ ജീവിത പ്രതീക്ഷകൾ. എന്തെങ്കിലും കിട്ടിയിട്ട് വേണം പട്ടിണി മാറ്റാൻ, എന്തെങ്കിലും വാങ്ങാൻ, ധാന്യം മണിയൊക്കെ വാങ്ങാൻ എന്നായിരുന്നു അർത്ഥം. അപ്പോ ഇദ്ദേഹത്തിന് ആദ്യകാല സ്കൂൾ ജീവിതം ചുങ്കി ഗ്രാമത്തിലായിരുന്നു. ശ്രദ്ധിക്കുക, ചുങ്കി ഗ്രാമത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ആദ്യകാല സ്കൂൾ ജീവിതം. പിന്നെ
പിന്നെ അതിന് ശേഷം അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം ചബൾ ഗ്രാമത്തിലേക്ക് പോയി. ചബൾ ഗ്രാമം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. അങ്ങനെ അതിന് ബോർഡിങ്ങിലാണ് പഠനം. അങ്ങനെ അപ്പൊ അങ്ങനെ ഈ നമ്മുടെ ശാന്തമായുമായിട്ട് അകന്ന് ജീവിക്കേണ്ടി വന്നു, വിട്ടു ജീവിക്കേണ്ടി വന്നു. ചുങ്കി ഗ്രാമത്തിൽ നിന്നും എന്റെ വിദ്യാഭ്യാസം അങ്ങോട്ട് ബോർഡറിങ്ങിലേക്ക് അല്ലെങ്കിൽ ബോർഡിങ്ങിലേക്ക് മാറ്റിയപ്പോൾ ചബൾ ഗ്രാമത്തേക്ക് മാറ്റിയ സമയത്ത് ശാന്തമായിൽ നിന്നും അദ്ദേഹത്തിന് അകലം പാലിക്കേണ്ടി വന്നു, അല്ലെങ്കിൽ വിട്ടു നിൽക്കേണ്ടി വന്നു എന്നർത്ഥം. അപ്പൊ എന്താണെങ്കിലും ശാന്തമായി എന്ത് ചെയ്തു, ഇങ്ങനെ പണിയെടുക്കുന്ന ഇടയ്ക്കുള്ള അല്ലെങ്കിൽ ഇങ്ങനെ നിത്യ ജീവിതത്തിലുള്ള പണിയെടുക്കുന്ന സമയത്ത് ഒരു ദിവസം വീണ് കിട്ടിയ ഒരു ജോഡി ചെരുപ്പുമായിട്ട് ബോർഡിങ്ങിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിന്റെ വാറ് പൊട്ടിയതായി. അപ്പൊ അതിങ്ങനെ വാങ്ങിയതല്ല, ഇവിടുന്ന് കിട്ടിയതാണ്, ആരോ ഉപേക്ഷിച്ചു പോയതാണ്. അതിന്റെ വാറ് പൊട്ടിയിരുന്നു. അപ്പൊ അത് ആ പോണ സമയത്ത് അദ്ദേഹം ശാന്തമായി എന്ത് ചെയ്തു, ആ വാറ് പൊട്ടിയൊന്ന് ഒന്നൊന്ന് തുന്നുവാനായിട്ട് ഒരു ചെരുപ്പ് കുത്തിയുടെ അരികിലെത്തി. പക്ഷെ ചെരുപ്പ് കുത്തി ഇവര് മഹാർ ജാതിയാണെന്ന് അറിഞ്ഞപ്പോ തുന്നാൻ പിന്നെ ചെരുപ്പ് തുന്നാൻ കൂട്ടാക്കിയില്ല. നോക്കി നോക്കൂ. അപ്പൊ ജാതീയത നോക്കൂ, അത്ര ജാതീയത ആയിരുന്നു അപ്പൊ ഉണ്ടായിരുന്നത്. പിന്നീട് ആ പൊട്ടിയ ചെരുപ്പം വിട്ടാണ് ലിംബാളം നടന്നിരുന്നത്. അപ്പൊ ആ പൊട്ടിയ ചെരുപ്പ് ഇട്ടുകൊടുത്ത സമയത്ത് അവിടുത്തെ ഒപ്പമുള്ള കുട്ടികളും കളിയാക്കിയിരുന്നു. അപ്പോ ലിംബാളെ പറയുന്നുണ്ട്, അവർക്ക് അതുപോലും ഇല്ലല്ലോ ഇടാൻ, പൊട്ടിയ ചെരുപ്പ് പോലും ഇടാനില്ലല്ലോ എന്നൊക്കെ ലിംബാളെ കളിയാക്കുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും അപ്പോ അതൊന്ന്. പിന്നെ രസകരമായ ഒരു സംഭവം ലിംബാളിൽ പങ്കുവെക്കുന്നുണ്ട്. അതെന്താ വെച്ചെങ്കില് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു 30 രൂപ വീണ് കിട്ടി. അപ്പോ ഇതിന്റെ സുഹൃത്താണ് വിർജാദെ എന്നൊരു സുഹൃത്തുണ്ട്. അപ്പൊ അവര് രണ്ടാളും കൂടി ഇങ്ങനെ പോണ സമയത്താണ് ലിംബാളയ്ക്കാണ് 30 രൂപ കിട്ടിയത്. അപ്പോ ഇവൻ എന്ത് ചെയ്തു, ഈ വിർജാദെ പറഞ്ഞു, നമുക്ക് ഇത് ഇരുവർക്കുമായിട്ട് പങ്കുവെക്കാന്ന് പറഞ്ഞു. അല്ലെ, ആരും പറയണ്ട, നമുക്കില്ലെങ്കിൽ സിനിമ കാണാൻ പോവാ എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ പകുതിയും പകുതിയാക്കുക, അല്ലെങ്കിൽ സിനിമ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോ ലിംബാള അതിന് ഇഷ്ടപ്പെട്ടില്ല. ലിംബാള അതിന് തയ്യാറായില്ല. അല്ലെ, അങ്ങനെ ഇപ്പം പറഞ്ഞ 20ഉം 10ഉം നമുക്ക് വിഭജിക്കാം, നീ 20 എടുത്തോ, എനിക്ക് 10 റുപ്യ തന്നാ മതി എന്ന് വിർജാദെ പറയുന്നുണ്ട്. അപ്പോ എന്നാൽ ലിംബാള ആ പണം അതിന് തയ്യാറില്ല. ആ പണം നേരെ കൊണ്ടുപോയിട്ട് ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ചപ്പോ വളരെ ഇതായെന്ന് പറഞ്ഞാല് അസംബ്ലിയിൽ വെച്ചിട്ട് ഉച്ചഭാഷയിലൂടെ എല്ലാവരും കേൾക്കെ ലിംബാളയെ അഭിനന്ദിച്ച് സംസാരിച്ചു നമ്മുടെ പ്രിൻസിപ്പള്. അപ്പോ ആ 30 രൂപയേക്കാൾ ഏറെ വലുതായിരുന്നു തനിക്ക് ലഭിച്ച ആ അഭിനന്ദനം എന്ന് ഈ ലിംബാളെ ഓർക്കുന്നുണ്ട്. രസകരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇതിൽ പറയുന്നുണ്ട്. അപ്പോ അന്ന് അവര് സ്പോർട്സിൽ തോറ്റിരുന്നു ആ ക്ലാസ്സില്. പക്ഷെ ഈ സ്പോർട്സിൽ തോറ്റ സമയത്ത് എല്ലാവർക്കും ഡെസ്പായിരുന്നു. പക്ഷെ ലിംബാളെ കാണിച്ച ഈ സത്യസന്ധത ആ ക്ലാസിന്റെ വിജയമായിരുന്നു എന്ന് ടീച്ചർ പറയുന്നുണ്ട്. ക്ലാസ് ടീച്ചർ പറയുന്നുണ്ട്, നമുക്ക് ഏറ്റവും വലിയൊരു വിജയമാണ് ലിംബാളെ കാണിച്ച സത്യസന്ധത, ഈ 30 രൂപ ഹെഡ് മാസ്റ്റർ ഏൽപ്പിച്ച സംഭവം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും നല്ല ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കൊന്ന് ഇനി നോക്കി നോക്കാം, അത് കാര്യങ്ങളൊന്ന് അങ്ങനെ കേട്ടു നോക്കുക കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തോളൂ. പേജ് 94 പേജാണ് കേട്ടോ. കുമാർ മാമ രാവിലെ ഒരു കപ്പ് ചായയും കഴിച്ചിറങ്ങിയാൽ പിന്നെ വൈകുന്നേരം വൈകിയാണ് തിരിച്ചെത്തിയിരുന്നത്. കുമാർ മാമ അങ്ങനെ ഒരു അലക്ഷ്യമായ ജീവിതം നയിക്കുന്ന ആളാണ്. ഭയങ്കര മടിയനാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഒരു കപ്പ് ചായ എടുത്തിട്ട് ചായ കുടിച്ച് പോവും, പിന്നെ വൈകുന്നേരം വൈകിയാണ് എത്തുക എന്ന് പറഞ്ഞു. അപ്പോ എന്നും അയാൾ എന്നെ സിനിമയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറയും. എപ്പോഴും ലിംബാളിനെ പറയുമ്പോ, മോനെ നിന്നെ സിനിമയ്ക്ക് കൊണ്ടുപോട്ടോ എന്ന് പറയും. പക്ഷെ അതൊന്നും നടക്കില്ല. സിനിമയ്ക്ക് കൊണ്ടുപോകാൻ പൈസ ഇല്ല. കാരണം ഇവന് ജോലി എടുക്കാൻ പോകില്ല. തൊഴിലാളിയാണെങ്കിലും ഇവൻ ജോലി എടുക്കാൻ പോകില്ല. ഭയങ്കര മടിയനാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഒരു കപ്പ് ചായ കുടിച്ച് പോയാൽ പിന്നെ വൈകുന്നേരത്തേ വരുള്ളൂ. പിന്നെ വൈകുന്നേരത്ത് എന്തെങ്കിലും ഈ ശാന്താത്യ അല്ലെ, മുത്തശ്ശി എന്തെങ്കിലും ഉണ്ടാക്കിയതൊക്കെ കഴിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ്. അപ്പൊ നമ്മളെ ഇദ്ദേഹത്തിന് ഒരു ഓഫർ കൊടുത്തു, പിന്നെ ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നൊക്കെ കൊടുത്തു. ഞാൻ അതുവരെ സിനിമ കണ്ടിട്ടില്ലായിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞാൻ ശാന്ത മുത്തശ്ശിയോടൊപ്പം പഴം വെച്ച വണ്ടി ഉന്തി നടക്കും. പാവം നമ്മളെ ലിംബാളെ മുത്തശ്ശിയോടൊപ്പം ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ പഴം വെച്ച വണ്ടി ഇങ്ങനെ ഉന്തി പഴക്കട അല്ലെ, അങ്ങനെ പഴം വെച്ച വണ്ടി ഇങ്ങനെ ഉന്തി നടക്കും. അതിനാൽ പട്ടണത്തിലൊക്കെ ചുറ്റി നടക്കാൻ കഴിഞ്ഞു. എല്ലാ ഭാഗത്തും പട്ടണത്തിലൂടെ പോകുന്ന സമയത്തൊക്കെ ചുറ്റി നടക്കാൻ ലിംബാളയ്ക്ക് കഴിഞ്ഞു. ഷോലാപൂരിൽ ഞാൻ ആദ്യമായി എത്തിയതായിരുന്നു. ഷോലാപൂരിലാണ് എത്തിയത്. പഴം വണ്ടി തള്ളുന്നതിനിടയിൽ ശാന്ത മുത്തശ്ശി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. പഴം എന്ന് പറയും ആൾക്കാരെ അങ്ങനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. പഴം എന്ന് പറയുമ്പോൾ അപ്പൊ ഷോലാപൂരിലെ എത്തിയ സമയത്ത് വണ്ടിങ്ങനെ ഉന്തുമ്പോ പഴം എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് എന്നർത്ഥം.
പഴം വാങ്ങാനെത്തുന്ന ചില പെണ്ണുങ്ങൾ എന്നെപ്പറ്റി അന്വേഷിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് അല്പം സുഖം തോന്നും. ഉണ്ടോ? അപ്പൊ പെണ്ണുങ്ങൾ ഈ കുട്ടിയതാ എന്ന് പറയുമ്പോ നല്ല അത്യാവശ്യം ആ, പിന്നെ ഒരു വിദ്യാർത്ഥിയുടെ ലുക്കൊക്കെ ഉള്ളതാണ്. അപ്പൊ ശാന്തമുത്തശ്ശിയോട് ചോദിക്കും, ഈ കുട്ടിയതാ എന്ന് ചോദിക്കുമ്പോ അപ്പൊ എനിക്ക് സുന്ദരി പെണ്ണുങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് എന്തുണ്ട്, ഒരു ചെറിയൊരു സുഖം. ഓ, എന്നെ സൂചിപ്പിക്കാന്ന് പറയും. അങ്ങനത്തെ ഒരു ഇത് സുഖം തോന്നുന്നു പറയുന്നുണ്ട്. ഇതിൽ നോക്കി എന്തെങ്കിലും നമ്മുടെ പദച്ഛേദങ്ങൾ എന്തെങ്കിലും ഉണ്ട്. വേഗി പ്ലസ് ആണ്, വേഗിയാണ് അല്ലേ, ആഗമം അല്ലേ. പിന്നെ അതില് വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കൂട്ടോ. ഇല്ല, വേറെ ഒന്നുമില്ല അല്ലേ. ഇല്ലില്ല. എന്നെ പ്ലസ് പറ്റി, എന്നെ പറ്റി ഇരട്ടിച്ചു വിട്ടു. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. എന്നും പണിക്ക് പോകുന്നത് പോലെ കുമാർ മാമ വീട്ടിൽ നിന്നിറങ്ങും. എന്നും കുമാർ മാമ പണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് വേഗം വീട്ടിൽ നിന്നിറങ്ങും. പക്ഷെ അയാളെ എന്നോ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ടോ? കള്ളപ്പണിയൊക്കെ എടുത്തിട്ടില്ലെങ്കിലും മടി കാണിച്ചപ്പോ ജോലി നന്നതിനെന്നോ അദ്ദേഹത്തിനോ പിരിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. പകൽ മുഴുവനും എവിടെ കറങ്ങി നടക്കുകയാണെന്ന് ആർക്കറിയാം. പകൽ മുഴുവൻ ഇങ്ങനെ കറങ്ങി നടക്കുക, എവിടെയൊക്കെ പോകാന്നറിയില്ല. എവിടെ ഇങ്ങനെ ചിരി തോളത്തിട്ടിട്ട് ഇങ്ങനെ നടക്കണ്ടാവത്തെ. അയാൾ വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ അയാൾക്ക് കടം കൊടുത്തവർ വീട്ടിലെത്തിയിരിക്കും. ഓ, അങ്ങനെയുണ്ട്. ഇയാൾക്ക് കടം വാങ്ങട്ടോ, കടം വാങ്ങിയിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പൊ ₹1 ₹2 അല്ലെങ്കിൽ ഇങ്ങനെ കടം വാങ്ങുന്ന സമയത്ത് അദ്ദേഹം പഠിക്കുവാണ്ട് പോയി കടക്കെ വാങ്ങി വരുമ്പോ പോയിട്ട് തിരിച്ചു വരുമ്പോ വൈകുന്നേരം വരുമ്പോ ഞാൻ പൈസ തരാന്നൊക്കെ പറയുക. എന്നിട്ടാണ് അദ്ദേഹം വരിക. അപ്പോഴേക്കും എന്താണ്, ഇയാള് പണിയുണ്ടാവില്ല. അപ്പോഴേക്കും മുമ്പ് കടം കൊടുത്ത ആൾക്കാരൊക്കെ വീട്ടിൽ വന്ന് ഇരിക്കുന്നുണ്ടാവും എന്നറിയാം. അവർ ബഹളമുണ്ടാക്കും. പൈസയ്ക്ക് വേണ്ടി ശാന്തമുത്തശ്ശിയെ ശല്യപ്പെടുത്തും. പാവം ശാന്തമുത്തശ്ശി പിന്നെ എങ്ങനെ പൈസ കൊടുക്കണം ഇങ്ങനെ ശല്യപ്പെടുത്തും. പാവം അപ്പൊ എന്തെങ്കിലും കിട്ടിയാൽ കൊടുക്കും ചെയ്യും. ഇതെന്താ ചെയ്യുക? ശാന്ത ആത്യ പഴം വാങ്ങിയിരുന്ന കച്ചവടക്കാരനുമായി പലപ്പോഴും വഴക്കടിക്കും അല്ലെ. ഈ ശാന്താത്യ പഴം വാങ്ങി നിരുന്ന സമയത്ത് അവിടെയും പോയിട്ട് ഭയങ്കര വഴക്കടിക്കും. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് വഴക്കടിക്കും. അവിടുന്ന് പൈസ ചോദിക്കും, വഴക്കടിക്കും. അയാളുടെ കച്ചവടം മോശമാണെന്നും മാർക്കറ്റിൽ അയാൾക്കുണ്ടായിരുന്ന നല്ല പേര് നഷ്ടമാകുന്നുവെന്നും ഒക്കെ പറയും. അയാൾക്ക് കച്ചവടം മോശമാണ്, അയാൾക്ക് നഷ്ടമായിരുന്നു, ഇപ്പോ ആള് ശരിയല്ല എന്നൊക്കെ വെറുതെ ഇങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും പ്രശ്നമാക്കും ഈ ചങ്ങാതി. ഒടുക്കം ഒരു ദിവസം ശാന്തമുത്തശ്ശി പഴക്കച്ചവടം നിർത്തി. അതോടുകൂടി പഴക്കച്ചവടം നിർത്തി. ഇനി വേണ്ട എന്നിട്ട് നിർത്തി. ഒരു പഴയ ചാക്ക് തോളിലിട്ട് പാതയിലും പറമ്പിലുമൊക്കെ നടന്ന് പലതും പെറുക്കിക്കൂട്ടി വിറ്റു തുടങ്ങി. ഈ പാവം അടുത്തതാണ് എന്ത് ചെയ്യുന്നത്, ആക്രി കച്ചവടം ചെയ്യുക. പഴക്കച്ചവടം നിർത്തി അല്ലെ. അങ്ങനെയായിട്ട് പിന്നെ എന്താണ് പഴയത് പിന്നെന്താ ചാക്ക് തോളിലിട്ടിട്ട് പിന്നെ പാതയിലൂടെ ഒക്കെ ഇങ്ങനെ നടക്കും അല്ലെ. നിങ്ങളൊക്കെ ഇപ്പൊ ആൾക്കാരെയും കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെ ആൾക്കാരെ പഴയ സാധനങ്ങളൊക്കെ പെറുക്കി വിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ചാക്ക് തോളിലിട്ടിട്ട് പാതയിലും പറമ്പിലും ഒക്കെ ഇങ്ങനെ നടന്ന് പലതും പെറുക്കിയിട്ട് അങ്ങനെ അത് പെറുക്കി കൂട്ടിയിട്ട് വിറ്റു തുടങ്ങി. അങ്ങനെ തുടങ്ങി നടത്തും. നോക്കൂ, ഇതിൽ എന്തെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടോ നോക്കൂ. പിന്നെ ബഹളം പ്ലസ് ഉണ്ടാക്കും, ബഹളം ഉണ്ടാക്കും അല്ലെ. അനുസരണം പോയിട്ട് ആദേശം, ആദേശം കേട്ടോ, ആദേശസന്ധി. പിന്നെ മോശം പ്ലസ് ആണ്, മോശമാണ്, അവിടെയും ആദേശം. വഴക്കെ പ്ലസ് അടിക്കും, വഴക്കടിക്കും, ലോപം അല്ലെ. പഴക്കച്ചവടം, പഴ പ്ലസ് കച്ചവടം, പഴക്കച്ചവടം, ഇരട്ടിച്ചു, തിത്തു. അതെ. പെറുക്കി പ്ലസ് കൂട്ടി, പെറുക്കി കൂട്ടി, ദിത്വം. അത്രേ ഉള്ളൂ. ഞാൻ എടുത്തോളൂ. ശാന്ത ആത്തിയുടെയും കുമാർ മാമയുടെയും ജീവിതങ്ങൾ വഴിമുട്ടി നിന്നു. ഉണ്ടോ? ദാരിദ്ര്യം പ്രശ്നങ്ങളാണ്. രണ്ടാളുടെ ജീവിതങ്ങളും വഴിമുട്ടി നിന്നു. ദിവസേന പൊട്ടിയ കുപ്പിയും കീറക്കടലാസും പഴന്തുണിയും ഒക്കെ പെറുക്കി നടന്ന് വിറ്റില്ലെങ്കിൽ അന്നത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത അവസ്ഥയിലായി അവർ. നോക്കൂ, അന്നന്ന് എന്തെങ്കിലും പോയി വിറ്റിട്ട് വേണം എന്തെങ്കിലും ആഹാരത്തിന് കിട്ടുക. വലിയ കഷ്ടമായി ഇവർക്ക് എന്നർത്ഥം. അങ്ങനെ വഴിയില്ലാത്ത അവസ്ഥയായി അവർക്ക്. കുമാറിന് വരുമാനം ഒന്നും ഉണ്ടായിരുന്നില്ല. കുമാർ ഇങ്ങനെ നടക്കുകയാണ് അല്ലെ. ചിരി തോളിലിട്ട് നടക്കുന്ന ആളാ കുമാർ. ശാന്ത ആത്തിയുടെ കൂടെ ഞാനും ചവറ് പെറുക്കാൻ പോയി. ഞാനും പോവും. ലിംബാളെ പറയാം, ഞാനും ഇങ്ങനെ പോവും. ഞാൻ ചവർ കൂമ്പാരത്തിൽ കൈയിട്ടിളക്കും. ഞാനിന്ന് ചവർ കൂമ്പാരത്തിന് കൈയിട്ടിളക്കും. എന്തിനാണ്? നല്ല കടലാസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് കേട്ടോ. എല്ലാം കീഴ്മേൽ മറിച്ചിടും. കിട്ടിയതെല്ലാം ശാന്ത മുത്തശ്ശിക്ക് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂമ്പാരം ഉണ്ടാവുമല്ലോ, ചവർ കൂമ്പാരം. അപ്പൊ നല്ലതൊക്കെ എടുത്തിട്ട് വേഗം ശാന്ത മുത്തശ്ശിക്ക് കൊടുക്കും. ചിലപ്പോൾ ചില കടലാസ് പൊതികൾ കിടക്കുന്നത് കാണാം. ചിലപ്പോൾ കടലാസ് പൊതി ഉണ്ടാവും അതില്. അതിപ്പോ അതിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അത് തുറന്നു നോക്കുമ്പോ എന്താണ്, അതിൽ മനുഷ്യമലമാണ്. അയ്യോ, മനുഷ്യമലമാണെന്ന് മനസ്സിലാവും അല്ലെ. എത്ര എന്നാലോചിച്ചു നോക്കൂ, പൊതിയിലൊക്കെ മനുഷ്യമലങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ.
മനുഷ്യ ചാണകം എന്നൊക്കെ പറയുന്ന അവസ്ഥ. അതില് അത് നോക്കുമ്പോ പൊതി തുറന്നു നോക്കുമ്പോ മനുഷ്യൻ മല്ലാണ്. അപ്പൊ എന്തൊരു എന്താ പറയാ, ഒരു ഇറിറ്റേഷൻ ഒക്കെ വരില്ലേ നമുക്ക്. നോക്കൂ, മിഠായി പൊതിയുന്ന കടലാസുകൾ കണ്ടാൽ എന്റെ വായിൽ വെള്ളമുറ. അപ്പൊ കുറെ നല്ല നല്ല ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും വിലപിടിപ്പുള്ള മിഠായി പൊതി ഉണ്ടാവും. അപ്പൊ അതില് മിഠായിയൊക്കെ ആരെങ്കിലും വലിയ പണക്കാരൊക്കെ തിന്ന് ഉപേക്ഷിച്ച പൊതിയാണ്. അപ്പൊ ആ പൊതി കാണുമ്പോ നമ്മളെ ലിംബാളുടെ വായിലും വെള്ളമൂറും കേട്ടോ. എപ്പോഴെങ്കിലും ഒരു നല്ല കടലാസ് കണ്ടെത്തിയാൽ എനിക്ക് വലിയ സന്തോഷം തോന്നും. ഇങ്ങനെ പൊതിയൊക്കെ ഇങ്ങനെ കൂമ്പാരങ്ങൾ അങ്ങനെ തട്ടണമാര് നല്ല കടലാസ് കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നും. ഞാനത് നിവർത്തി വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഞാൻ വായിക്കും. അത് അക്ഷരങ്ങൾ വായിക്കുമ്പോഴേ അത് തോന്നില്ല. വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും ശാന്ത മുത്തശ്ശി ഉറക്കെ വിളിച്ചു പറയും, എന്താ നീ വായിക്കുന്നത്? അതിങ്ങുതാ. എന്താ വായിക്കണത്? അതിങ്ങുതാ എന്ന് പറയും ശാന്ത മുത്തശ്ശി. പാവം, എന്താണ്, അത് നല്ല വില കിട്ടും അതിന് കൊടുത്താലേ, അല്ലെ? ആൾക്കാർ എടുക്കാനും താല്പര്യവും. നല്ല കടലാസ് കാണുമ്പോ നമ്മളെ ലിംബാൾ അത് വായിക്കാൻ നോക്കുമ്പോ എന്താ നീ വായിക്കണത്? അതിങ്ങുതാ എന്ന് പറയും നമ്മുടെ മുത്തശ്ശി. ഇതിലെന്തെങ്കിലും നോക്കൂ, എന്തെങ്കിലും ഉണ്ടോ? വഴി പ്ലസ് ഇല്ലാത്ത വഴിയില്ലാത്ത യാഗവും, അല്ലെ? ആഗമിച്ചു. പിന്നെ എന്തെങ്കിലും നോക്കൂട്ടോ. വെള്ളം പ്ലസ് ഊറും വെള്ളം മൂറും, അല്ലെ? ആദേശം. ഓക്കെ. ഇനി നമുക്ക് പിന്നെ അടുത്ത് നമുക്ക് അടുത്ത് നോക്കാം. ഇനിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് തന്നാൽ മതി. ഞാനത് പറഞ്ഞിട്ട്, ചവറിൽ പുതഞ്ഞു കിടക്കുന്ന കീറക്കടലാസുകൾ ഒരു വശത്തും ഞങ്ങളുടെ നിത്യ സുഹൃത്തായ വിശപ്പ് മറുവശത്തും. കീറക്കടലാസുകളും മറ്റു സാധനങ്ങളും തൂക്കി വിൽക്കുകയാണ് പതിവ്. ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണ്. ഞങ്ങളുടെ വിശപ്പാണെന്നതിന് എനിക്ക് തോന്നി. നോക്കൂ, പ്രത്യേകം ചവറിൽ പുതഞ്ഞു കിടക്കുന്ന കടലാസ് ഉണ്ടാവും ഈ ചവറിലെ, ചപ്പ് ചവറിലെ. അതൊരു വശത്ത്. ഞങ്ങളുടെ നിത്യ സുഹൃത്താണ് വിശപ്പ് മറ്റൊരു വശത്ത്, അല്ലെ? അപ്പോ കീറക്കടലാസുകളും മറ്റു സാധനങ്ങളും തൂക്കി വിൽക്കുകയാണ് പതിവ്. ഞങ്ങൾ കീറക്കടലാസും മറ്റു സാധനങ്ങളൊക്കെ തൂക്കി വിൽക്കും. പക്ഷെ ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണ്. ഞങ്ങളുടെ വിശപ്പാണ്, ഞങ്ങളുടെ ദളിതരുടെ വിശപ്പ്. ഞങ്ങൾ അത്രയും ദാരിദ്ര്യം വിശപ്പ് അനുഭവിക്കുന്ന ആളാണ്. പക്ഷെ ഞങ്ങളുടെ വിശപ്പിനൊരു വിലയില്ലേ? എന്തിനെ? ചവറുകളുടെ വില പോലും ഞങ്ങളുടെ വിശപ്പിന് ആരും കൽപ്പിക്കുന്നില്ല. അങ്ങനത്തെ ഒരു സമൂഹ വ്യവസ്ഥിതിയാണെന്ന്, അല്ലെ? ഞങ്ങളുടെ വിശപ്പ് ഇങ്ങനെ ആർക്കും ശ്രദ്ധിക്കുന്നില്ല. ഞങ്ങൾ എന്നും പട്ടിണിയിലാണ്. ദളിതരായിട്ടുള്ള ഇവർ എന്നും പട്ടിണിയിലാണ്. ഞങ്ങളുടെ വിശപ്പ്, ഈ കടലാസിന്റെ വില പോലും, പഴയ കടലാസിന്റെ വില പോലും ഞങ്ങളുടെ വിശപ്പിന് ആരും കൽപ്പിക്കുന്നില്ല എന്നർത്ഥം. എനിക്ക് തോന്നി, എത്ര തൂക്കമുണ്ടാകുമെന്ന് അറിയാമല്ലോ. ഒരു പക്ഷേ ഞങ്ങളുടെ വിശപ്പും വയറും മാത്രമല്ല, ഞങ്ങളെയും ത്രാസിൽ വെച്ച് തൂക്കി നോക്കണം. അത്രയ്ക്ക് ഉണ്ടാവും. എന്നാലും ഞങ്ങളെ വിശപ്പ് എന്താണെങ്കിലും അതിനോടൊപ്പം തൂങ്ങില്ല. ഞങ്ങളെ വിശപ്പ് ആർക്കും അതിന് തീരെ വിലയില്ല എന്നർത്ഥം. ദിവസം മുഴുവനും അലഞ്ഞു നടന്ന് വാരിക്കൂട്ടുന്ന ചവറിന്റെ തൂക്കവും വിലയുമെങ്കിലും ഉണ്ടോ ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക്? നോക്കും, ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് ഈ സമൂഹത്തിൽ എന്തെങ്കിലും വിലയുണ്ടോ? അല്ലെ? ഈ ഒരു അക്രമാശി എന്നുള്ള ഈ സമൂഹത്തില്, ഈ ഒരു ഇത്രയും ദളിതരായിട്ടുള്ള ഇവരെ പോലുള്ള ആൾക്കാർക്ക്, അർദ്ധജാതിക്കാർക്ക്, ജാതിപുരുഷ അനുഭവിക്കുന്ന ആൾക്കാർക്ക്, ദളിതരായിട്ടുള്ള ഇവർക്ക് എന്തെങ്കിലും വിലയുണ്ടോ? അതായത് ഞങ്ങളെപ്പോലുള്ള മനുഷ്യർക്ക് ഒരു വിലയുമില്ല എന്നാ പറയുന്നത്. അപ്പോ എല്ലാ ചവറിന്റെ തൂക്കം പോലും നമ്മളാരും അതിനെന്തെങ്കിലും പൈസ കിട്ടി. ചപ്പ് ചവറ് വേസ്റ്റ് ആയിട്ടുള്ള കടലാസിന് അത് തൂക്കി കൊടുത്താൽ എന്തെങ്കിലും പൈസ കിട്ടും. ഞങ്ങളെ മൊത്തം തൂക്കിയാലും ആർക്കും വേണ്ട, അതിനൊരു വിലയില്ല എന്നർത്ഥം. അതാണ് അത് പറയും, ഞങ്ങളുടെ മനുഷ്യർക്ക് ഒരു വിലയില്ല. അപ്പോ ചപ്പു ചോറുകൾക്ക് പകരം ഞങ്ങളെ തൂക്കി നോക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ ഒരു 2 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കാം. അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ വിശപ്പും വയറും മാത്രം ഞങ്ങളെ തൂക്കി നോക്കണം. ചോദ്യം എങ്ങനെ വന്നത്? അതായത് ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് പറയാൻ കാരണം എന്താ? അപ്പൊ അത്രയ്ക്കും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് മഹർ ജാതിക്കാരായിട്ടുള്ള ഈ നമ്മുടെ ലിംബാളയും അവരുടെ സമൂഹവും, അല്ലെ? ആദ്യം എഴുതേണ്ടത് ലിംബാളുടെ അക്രമാശിൽ എടുത്ത ഭാഗം എഴുതുക. ആദ്യമായിട്ട് എപ്പോഴും എവിടുന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതണം കേട്ടോ. പിന്നെ ഇവരുടെ വിശപ്പും, ഇവര് ചപ്പുചോറ് വിൽക്കുന്ന ആ കടലാസും അവരുടെ വിശപ്പും ത്രാസിൽ തൂക്കുകയാണെങ്കിൽ ചപ്പുചോറുകൾക്ക് കുറച്ചൊക്കെ വില കിട്ടും. പക്ഷെ ഇവരുടെ വിശപ്പിന് വിശപ്പ് മാത്രമല്ല, ഇവർക്ക് സമൂഹത്തിൽ ഒരു വില, ഇവർ തന്നെ തൂക്കിയാലും സമൂഹത്തിൽ വിലയില്ല. വിലയില്ലാത്ത മനുഷ്യരാണ്
അന്നത്തെ ഈ പിന്നെ ഇവരുടെ ജാതീയമായിട്ട് ഏറ്റവും അധകൃതമായിട്ട് കിടക്കുന്നവരുടെ വിശേഷത്തെയാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്, അല്ലെ? അപ്പൊ ആ അർദ്ധജാതിക്കാർക്ക് സമൂഹത്തിൽ ഒരു വിലയുമില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നൽകി വെച്ചാൽ മതി കേട്ടോ. അതാണ് അവിടെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോളൂ. എന്റെ സ്കൂൾ വിദ്യാഭ്യാസം ചുങ്കിയിലും പിന്നീട് ചപൽഗാവിലുമായാണ് നടന്നത്. നേരത്തെ പറഞ്ഞ പോലെ ചുങ്കിയിലേക്ക് ദിവസവും വീട്ടിൽ നിന്ന് നടന്നു പോകുമായിരുന്നു. ചുങ്കിയിലേക്ക് എപ്പോഴും നടന്നു, അടുത്താണ് ചുങ്കിയിലേക്ക്. എന്നാൽ ചപൽഗാവിലെ സ്കൂളിൽ എന്നെ ബോർഡിങ്ങിൽ ചേർത്തു. കുറച്ച് നന്നായിട്ട് വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി എന്നെ ബോർഡിങ്ങിൽ ചേർത്തു. ഇങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ച പ്രധാന കാരണം ചുങ്കിയിലെ സ്കൂളിലായിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുങ്ങി നടക്കുമായിരുന്നു. ഞാൻ അങ്ങനെ ഇടയ്ക്ക് സ്കൂളിലേക്ക് പോവില്ല. ഞാൻ പിന്നെ ശാന്ത മുത്തശ്ശിയുടെ ഒപ്പം ഇങ്ങനെ നടക്കുന്നിടത്ത്. അപ്പോ അങ്ങനെ മുങ്ങി നടക്കുമ്പോൾ അത് പിന്നെ എനിക്കൊരു പ്രശ്നമായി. അപ്പൊ ഞാൻ ഇവിടെ ബോർഡിംഗ് പോയി പഠിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടാക്കി. ചപൽഗാവിൽ ഇങ്ങനെ മുങ്ങാൻ വഴിയില്ലായിരുന്നു. അവിടെ മുങ്ങാൻ പറ്റില്ല. വീട്ടിൽ താമസിക്കുമ്പോഴേയുള്ള സ്വാതന്ത്ര്യമൊന്നും അവിടെ കിട്ടുമായിരുന്നില്ല. പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ കുട്ടികളോടൊത്താണ് അവിടെ കഴിയേണ്ടി വന്നത്. കാലത്ത് എഴുന്നേറ്റാൽ ഉടനെ ചായ കുടിക്കണമെന്ന ശീലം പോലും ചപൽഗാവിൽ ചെന്നതോടെ ഇല്ലാതായി. കേട്ടോ, അതാണ് കാലത്ത് അവിടെ ബോർഡിങ്ങിലാകുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അവിടെ കാലത്ത് ചായ കുടിക്കുന്നത് നമ്മള് വീട്ടിലാണെങ്കിൽ ചുങ്കി സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് വീട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ ചായ കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇടയ്ക്ക് സ്കൂളിൽ പോയോ കാര്യം ചോദിക്കില്ല. ഇവിടെ അല്ല, ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പോ കാലത്ത് എഴുന്നേറ്റിൽ ഉടനെ ചായ കുടിക്കണം എന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു പഴയ കാലത്ത്, അല്ലെ? ആ ശീലമൊന്നും ഇവിടുന്ന് കിട്ടില്ല. ഇവിടെ ചായ കിട്ടിയാലല്ലേ ശീലം ഉണ്ടാവുള്ളൂ, അതിനർത്ഥം. ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കാണാറുള്ള ദാദായുടെ നമസ്കാര ചടങ്ങുകൾ എന്നെ ആകർഷിച്ചിരുന്നു. പിൽക്കാലത്ത് സന്താമായി അംബാലക്ഷ്മി ഭഗവതിമാരെ പൂജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്നിൽ കൗതുകം നടത്തിയിട്ടുണ്ട്. കാക്കായുടെ പുരാണ പാരായണങ്ങളും മന്ത്രോച്ചാരണങ്ങളും എല്ലാം എന്നെ സ്വാധീനിച്ചിരുന്നു. പക്ഷെ ഞാൻ ചപൽഗാവിലെ ബോർഡിംഗ് സ്കൂളിലേക്ക് മാറിയതോടെ ഇത്തരം സ്വാധീനങ്ങളും ഓർമ്മകളും എല്ലാം എന്റെ മനസ്സിൽ നിന്ന് ക്രമേണ അപ്രത്യക്ഷമായി. എനിക്ക് ചുറ്റും എപ്പോഴും ദലിത് സമുദായക്കാരായ കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ബുദ്ധമതം എന്നെ സ്വാധീനിച്ചു തുടങ്ങിയിരുന്നു. അപ്പൊ നമുക്ക് കുട്ടിക്കാലത്ത് എന്തൊക്കെ സ്വാധീനിച്ചു ഇദ്ദേഹത്തെ എന്നാണ് നോക്കേണ്ടത്. ചെറിയ കുട്ടിയായിരുന്നപ്പോൾ കണ്ടുള്ള ദാദായുടെ നമസ്കാരം, ദാദാ നമസ്കരിക്കും. നമസ്കാരം എനിക്ക് എന്നെ ഭയങ്കര, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും ദാദാ നമസ്കരിക്കുന്നത്. പിൽക്കാലത്ത് ഇവിടെ ഈ സാന്തമായി എന്ത് ചെയ്യും, അംബാലക്ഷ്മി എങ്ങനെ ഭഗവതിമാരെങ്ങനെ പൂജിക്കുന്നത് എനിക്കിഷ്ടമായി. എങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ കൗതുകത്തോടു കൂടി നോക്കിയിരിക്കും. പിന്നെ കാക്കായുടെ പുരാണ പാരായണം, അവിടെ ജാതി നമ്മുടെ ഈ ഹിന്ദു വിഭാഗത്തിലുള്ള ആൾക്കാണ്. പുരാണ പാരായണങ്ങളും മന്ത്രോച്ചാരണങ്ങളൊക്കെ അല്ല അവിടെയുള്ള ഈ പിന്നെ കോവിലിലെ ആൾക്കാരൊക്കെയാണ് തന്നെ കാക്ക എന്നൊക്കെ പറയുക, അല്ലെങ്കിൽ ദാദാ, അങ്ങനെയൊക്കെ ഓരോരുത്തർ ദാദായി, അല്ലെ? ദാദായുടെ നമസ്കാരങ്ങള്, അതുപോലെ കാക്കയുടെ പുരാണ പാരായണങ്ങള്, മന്ത്രോച്ചാരണങ്ങളൊക്കെ എന്നെ ഇങ്ങനെ സ്വാധീനിച്ചു. അതൊക്കെ എനിക്ക് വലിയൊരു താല്പര്യം തോന്നി. അങ്ങനെ കൗതുകത്തോടെ ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷെ ചപൽഗാവിലെ ബോർഡിംഗ് സ്കൂളിലേക്ക് ഞാൻ മാറിയതോടുകൂടി അവിടെ എല്ലാം എന്റെ സ്വാധീനങ്ങളും ഓർമ്മകളും എല്ലാം മനസ്സിൽ നിന്ന് പ്രത്യക്ഷമായി. അങ്ങനെയുള്ള സ്വാധീനങ്ങളെ, അല്ലെങ്കിൽ അവിടുത്തെ ഈ നമ്മളെ ചുങ്കി ഭാഗത്തുള്ള ദാദയുടെ നമസ്കാരങ്ങളെ, അല്ലെങ്കിൽ അംബാലക്ഷ്മിയെ പൂജിക്കുന്ന സാന്തമ്മയുടെ ഓർമ്മകളും ആ പ്രാർത്ഥനകളും, പിന്നെ കാക്കയുടെ പുരാണ പാരായണങ്ങളും മന്ത്രാചരണങ്ങളും ഒക്കെ ഞാൻ മറന്നുപോയി നിർത്തും. അപ്രത്യക്ഷമായി. എനിക്ക് ചുറ്റും എപ്പോഴും ദലിത സമുദായക്കാരായ കുട്ടികളുണ്ടായിരുന്നു. ഒക്കെ എന്റെ ചുറ്റും ദലിത സമുദായക്കാരായ കുട്ടികളാണ്, ദലിത സമുദായത്തിൽപ്പെട്ട കുട്ടികളുണ്ടായിരുന്നു എന്നർത്ഥം. അവിടെ ബുദ്ധമതത്തിലേക്ക് പതുക്കെ അദ്ദേഹത്തിന്റെ അവിടെ ബുദ്ധമതമായിരുന്നു. ആ ബുദ്ധമതത്തിലേക്ക് പതുക്കെ സ്വാധീനം വന്നു എന്നർത്ഥം. ഇതിൽ എന്തെങ്കിലും പിന്നെ പദച്ഛേദങ്ങളുണ്ട് നോക്കൂ. സ്വാതന്ത്ര്യം പ്ലസ് ഒന്നും സ്വാതന്ത്ര്യം ഒന്നും അല്ലെ ആദേശം. പിന്നെ അങ്ങനെ പോയിട്ട് അത്രേ ഉള്ളൂ. പിന്നെ കുട്ടി പ്ലസ് ആയിരുന്നു, കുട്ടിയായിരുന്നു കേട്ടോ. അപ്പൊ ആഗമം അത്രേ ഉള്ളൂ. ഇനിയൊക്കെ എന്തെങ്കിലും നിങ്ങൾ എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞു. പിന്നെ ചപൽഗാവിൽ പഠനമല്ലാതെ മറ്റൊരു കാര്യത്തിലും ഇടപെടാൻ എനിക്ക് കഴിഞ്ഞില്ല. ചപൽഗാവിൽ എനിക്ക് വേറൊന്നും പറ്റില്ല, പഠനം മാത്രം. ആ പഠനം മാത്രമേ അവിടെ ഉണ്ടായിരുന്നു. ഗണിതത്തിലും ചിത്രരചനയിലും എനിക്കുണ്ടായിരുന്ന താല്പര്യം കുറഞ്ഞു. എനിക്ക് ഈ ഗണിതം, മാത്സിലും അതുപോലെ തന്നെ ചിത്രരചനയിലേക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് കുറഞ്ഞു. എന്റെ ഇംഗ്ലീഷ് കുറെ കൂടി മെച്ചപ്പെട്ടു. ഇംഗ്ലീഷ് ഒന്ന് ബെറ്ററായി. അവിടെ ഭയങ്കര നല്ല സ്ട്രിക്റ്റ് ഇംഗ്ലീഷാണ്, അല്ലെ? അവിടെ കുറെ കൂടി മെച്ചപ്പെട്ടു. ക്ലാസ്സിലെ മിടുക്കരായ കുട്ടികളിൽ ഒരുവനായിരുന്നു ഞാൻ. ടോപ്പ് തന്നെ. മിടുക്കരായ കുട്ടികളിൽ 1-2 കുട്ടികൾ, ഞാൻ 2-3 കുട്ടികളിൽ ഞാൻ ഒരാൾ മിടുക്കനായിരുന്നു. എന്റെ കൂട്ടുകാർ അത്തരം കുട്ടികളായിരുന്നു, അല്ലെ? അവരുടെ ഫ്രണ്ട്സൊക്കെ അതേപോലെ നല്ല മിടുക്കന്മാരായ കുട്ടികളാണ്. അപ്പൊ ഞാനും മിടുക്കനായി എന്നർത്ഥം. അധിക സമയവും ഞാൻ അവരോടൊത്ത് ചിലവഴിച്ചു. ആ കുട്ടികളോടൊത്താണ് ഞാൻ ചിലവഴിച്ചത്. കുറച്ച് സ്റ്റാൻഡേർഡ് കുട്ടികളോടൊപ്പം ഞാൻ അങ്ങനെ ചിലവഴിച്ചു.
അപ്പൊ കുറെ കൂടി ഇവിടെ ചെയ്ത് കുറെ പ്ലസ് കൂടി കുറെ കൂടി ദിത്വം കേട്ടോ. രാത്രിയിൽ സന്താമായിയോട് ചേർന്ന് കിടന്നുറങ്ങുന്ന ശീലമായിരുന്നു എനിക്ക് കുട്ടിക്കാലത്ത് അവിടെ പഠിക്കുന്ന സമയത്ത്, അല്ലെ, ചുങ്കിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ സന്താമായുടെ ഒപ്പം കിടക്കുക ചെയ്തിരുന്നു, രാത്രിയുടെ ഒപ്പം കിടക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഉപരിപഠനത്തിനായി ചപൽഗാവിൽ പോയതോടെ സന്താമായിക്ക് വല്ലാത്ത ഏകാന്തത തോന്നി. ഇപ്പൊ അവർ ഒറ്റപ്പെട്ടു, സ്വന്തമായി ഏകാന്തത അവർക്ക് ഒറ്റപ്പെട്ടു. ഞാൻ ഇങ്ങോട്ട് ഇവിടേക്ക് ചപൽഗാവിലേക്ക് പോകുന്നതോടുകൂടി സ്വന്തമായി ഒറ്റപ്പെട്ടു, അല്ലെ. ഒരിക്കൽ അവർ വീട്ടിൽ നിന്ന് ചപൽഗാവ് വരെ കാൽനടയായിട്ട് വന്നു, ഉണ്ടോ, കാൽനടയായിട്ട് വന്നു എന്നെ കാണാൻ വേണ്ടിയിട്ട്, എന്നെ കാണാൻ വേണ്ടി മാത്രം. തലേന്ന് രാത്രി അവർ എന്നെ സ്വപ്നം കണ്ടിരുന്നു അത്രേ. പാവം ഒരു തലേന്ന് സ്വപ്നം കണ്ടിട്ട് ഞാൻ എന്തായാലും എന്റെ കുട്ടിയെ പോയി കാണണം എന്ന് പറഞ്ഞിട്ട് അവര് നടന്ന് അവിടേക്ക് വന്നു. എന്റെ വീട്ടിൽ നിന്ന് 4 മൈൽ അകലെയാണ് ചപൽഗാവ്. 60 പൈസയായിരുന്നു ബസ് കൂലി. അവിടുന്ന് 60 പൈസയാണ്. 4 മൈൽ അകലെയാണ് കേട്ടോ, 4 മൈൽ അകലെയാണ് ചപൽഗാവ്, ഒരു 5 കിലോമീറ്ററോളം. പിന്നെ 60 പൈസ അന്നത്തെ നടത്തും. അത് കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. കൊടുക്കാറ് അത്രയും പോലും ദാരിദ്ര്യമായിരുന്നു, അല്ലെ. അത്രയും കൂടി വലിയ പ്രശ്നമാണ്. ഒരു പൈസ ഇല്ലാത്ത, സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അതുകൊണ്ടും കൊടുക്കാൻ, ഈ 60 പൈസ പോലും കൊടുക്കാൻ അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. ഞങ്ങൾക്കൊക്കെ അത് വലിയ സംഖ്യ തന്നെയായിരുന്നു. 60 പൈസ ഞങ്ങൾക്ക് വലിയ സംഖ്യയായിരുന്നു. അത് കൊടുക്കാനില്ലാത്തതിനാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറാണ് പതിവ്. കൊണ്ടോ അതില്ല, ഞങ്ങൾക്കില്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതാണ് ഞങ്ങളെ പതിവ്, അല്ലെ. ഇതിൽ നോക്കൂ, അങ്ങോട്ടും പ്ലസ് ഇങ്ങോട്ടും, അങ്ങോട്ടും ഇങ്ങോട്ടും, അല്ലെ, ആദേശം നോക്കൂ, അതാണ് അവിടെ വരുന്നത് കേട്ടോ. ഇനി അടുത്ത്, അന്ന് ആ ദൂരം മുഴുവനും സ്വന്തമായി നടന്നെത്തിയത് എന്നെ ഒന്ന് കാണാൻ മാത്രമായിരുന്നു. വരുമ്പോൾ കയ്യിൽ ഒരു ജോഡി പഴയ ചെരുപ്പും ഉണ്ടായിരുന്നു, ഒരിടത്തൊരു ജോഡി ചെരുപ്പുണ്ടായിരുന്നു. ഹാനൂരിലെ ബസ് സ്റ്റാൻഡിൽ ആരോ മറന്നിട്ട് പോയതായിരുന്നു. അടിച്ചു വാരുമ്പോൾ സ്വന്തമായി കണ്ടതാണ്. അത് നാഗിക്കോ നിർമ്മിക്കോ കൊടുക്കാതെ എനിക്കായി തന്നെ കൊണ്ടുവന്നിരുന്നു. അവരുടെ അവിടുത്തെ കുട്ടികളാണ്, അവർക്കൊന്നും കൊടുത്തില്ല ചെരുപ്പ്, എനിക്ക് തന്നെ അവർ കൊണ്ടുവന്നു. നാഗിക്കോ നിർമ്മിക്കോ കൊടുത്തില്ല. അടുത്തുള്ള കുട്ടികളാണ്, അവിടെ വരുന്ന കുട്ടികളാണ്, അടുത്ത കുട്ടികളാണ്, അവർക്ക് അടുത്തുള്ള ബന്ധമുള്ള കുട്ടികളാണ്. പക്ഷെ അവർക്കും കൂടി കൊടുക്കാതെ എനിക്ക് മാത്രം കൊടുത്തു നടത്തും. ഒരു ചെരുപ്പിന്റെ പെരുവിരൽ ഇടാനുള്ള തോൽ വളയം, അല്ലെ, ഒരു വാറെന്നൊക്കെ പറയില്ല, തോൽ വളയം പൊട്ടിപ്പോയിരുന്നു. എങ്കിലും ചെരുപ്പ് എനിക്ക് പാകം തന്നെയായിരുന്നു. ആ തോൽ വളയം പൊട്ടിപ്പോയിരുന്നു, ചെരുപ്പ് എനിക്ക് പാകമായിരുന്നു. കാലിട്ടപ്പോഴാണ് അത് പെണ്ണുങ്ങളുടെ ചെരുപ്പാണെന്ന് മനസ്സിലായത്. ഞാൻ ഇട്ടപ്പോഴാണ് അയ്യോ ഇത് പെണ്ണുങ്ങൾ ഉപയോഗിക്കുന്ന ചെരുപ്പാണെന്ന് മനസ്സിലായത്. ഞാനും സന്താമായും ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് നടന്നു, ബസ് സ്റ്റാൻഡിലേക്ക് ചെരുപ്പിട്ടിട്ട് നടന്നു നടത്തും. ഇവിടെ പൊട്ടി പ്ലസ് പോയി പൊട്ടിപ്പോയി ദിത്വം കേട്ടോ. അങ്ങനെ വാറ് പൊട്ടിയ ചെരുപ്പ് അവിടെയുള്ള ചെരുപ്പ് കുത്തിയെ കൊണ്ട് നന്നാക്കിക്കാൻ പറഞ്ഞു സന്താമായി. മോനെ ഒരു കാര്യം ചെയ്യും, ഈ വാറ് പൊട്ടിയത് നമുക്ക് ഇപ്പൊന്ന് തുന്നിക്കാം, ചെരുപ്പ് കുത്തിക്ക് തുന്നിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ സന്താമായി ഒരു മഹാറാണെന്ന് മനസ്സിലായപ്പോൾ ചെരുപ്പ് കുത്തി ചെരുപ്പ് തുന്നാൻ കൂട്ടാക്കിയില്ല. ഉണ്ടോ, ഒരു ജാതീയമായിട്ട് ഏറ്റവും അവരെക്കാളും തരം താണാണ്, അല്ലെങ്കിൽ ഏറ്റവും താഴ്ന്ന ജാതി നടന്ന സമയത്ത് ഇത് ചെരുപ്പ് കുത്താൻ പോലും തയ്യാറായില്ല. ആണ് മഹാർ എന്ന് പറഞ്ഞ ജാതി എങ്ങനെയാണെന്ന് അർത്ഥം. അതിനാൽ ഞാനത് നന്നാക്കാതെ തന്നെ കാലിലിട്ടു. ഞാനത് ഇനി നന്നാക്കണ്ട, അങ്ങനെ കാലിലിട്ടു, അല്ലെ. സ്വന്തമായി സന്തോഷിച്ചു തന്നല്ല, സ്നേഹത്തോട് തന്നല്ല, ഞാൻ അങ്ങനെ കാലിട്ട് തുടങ്ങും. പെണ്ണുങ്ങളുടെ ചെരുപ്പിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് എന്റെ ചങ്ങാതിമാർ എന്നെ കളിയാക്കി. അപ്പൊ ചങ്ങാതിമാരെ കളിയാക്കാം, പെണ്ണുങ്ങളെ ചെരുപ്പിട്ട് നടക്കുന്നു കളിയാക്കി. എന്നാൽ അവരുടെ കാലിൽ അതുമില്ലായിരുന്നു, കണ്ട് അവർക്ക് അതും കൂടി ഇല്ല, പെണ്ണുങ്ങളുടെ ചെരുപ്പ് പോലും ഇല്ല എന്നർത്ഥം. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ വഴിയിൽ നിന്ന് എനിക്ക് 30 രൂപ വീണ് കിട്ടി ഒരു ദിവസം, അല്ലെ. വഴിയിൽ നിന്ന് എനിക്ക് 30 രൂപ കിട്ടി. 30 രൂപ എനിക്ക് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ കിട്ടി. ആ രൂപ ഞാൻ എടുക്കുന്നത് എന്റെ കൂട്ടുകാരൻ പിർജാദയെ കണ്ടിരുന്നു. പിർജാദ എന്ന കൂട്ടുകാരൻ കണ്ടിരുന്നു. എനിക്ക് പുറത്ത് കിട്ടുന്നത്, കളഞ്ഞു കിട്ടുന്നത് കണ്ടിരുന്നു. അവൻ പറഞ്ഞു, നമുക്ക് പപ്പാതി എടുക്കാം, അക്കൽക്കോട്ടയിൽ പോയി സിനിമ കാണാം. ഉണ്ടോ, അവർക്ക് സിനിമ കാണാൻ വലിയൊരു കാര്യമാണ്, പകുതി എടുക്കട്ടോ, ഈ പിർജാദയെ പറഞ്ഞു. കുറച്ചു ദൂരം ഞങ്ങൾ ഒരുമിച്ച് നടന്നു. ഞാൻ ആ നിർദ്ദേശത്തെ പറ്റി ആലോചിച്ച് നോക്കിയെങ്കിലും എനിക്കത് സ്വീകാര്യമായി തോന്നിയില്ല. ഉണ്ടോ, അതെനിക്ക് ഇഷ്ടമായി തോന്നിയില്ല, കാരണം എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അവൻ പറഞ്ഞങ്ങനെ ആലോചിച്ചിട്ട്, പക്ഷെ എനിക്ക് സ്വീകാര്യമായി തോന്നിയില്ല. അപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യാം, നിനക്കല്ലേ രൂപ കിട്ടിയത്, അതിനാൽ നീ 20 എടുത്തോ, 10 രൂപ എനിക്ക് തന്നാ മതി, ഞാൻ ആരോടും ഒന്നും പറയില്ല. ആണോ, നിനക്കാ രൂപ കിട്ടിയത്, നീ 20 എടുത്തോ, 10 തന്നാ മതി, ഞാൻ ആരോടും പറയില്ല. ആ പറഞ്ഞതും എനിക്കിഷ്ടമായില്ല. ഞാൻ ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ സ്കൂളിൽ മണിയടിച്ചു. പെട്ടെന്ന് സ്കൂളിലേക്ക് പിന്നെ ഉള്ളിൽ കൂടാൻ വേണ്ടിട്ട്, കൂടാൻ വേണ്ടിട്ട് മണിയടിച്ചു. ക്ലാസ്സിൽ തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിൽ അസംബ്ലി ഉണ്ടാകും, എപ്പോഴും അസംബ്ലി ഉണ്ടാകും രാവിലെ, അല്ലെ. സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാവരും കൂടി നിന്ന് ദേശീയഗാനം പാടും. അതാണ് അവിടുത്തെ ഒരു പ്രത്യേകത, ദേശീയഗാനം എല്ലാവരും പാടും. പിന്നെ ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കും.
അധ്യാപകരും വിദ്യാർത്ഥികളും ഈ അവസരത്തിൽ അനങ്ങാതെ നിൽക്കും. അന്ന് പ്രാർത്ഥന കഴിഞ്ഞയുടൻ ഞാൻ നേരെ ചെന്ന് ഹെഡ്മാസ്റ്ററെ കണ്ടു. അസംബ്ലി കഴിഞ്ഞു, പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഹെഡ്മാസ്റ്ററെ കണ്ടു. വീട് കിട്ടിയ പൈസ മുഴുവനും അദ്ദേഹത്തെ ഏൽപ്പിച്ചു. മുഴുവൻ 30 രൂപ കൊടുത്തു. എന്റെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ അദ്ദേഹം കണ്ടു. അപ്പോൾ തന്നെ ഉച്ചഭാഷയിലൂടെ എന്നെ പരസ്യമായി അഭിനന്ദിച്ചു. അപ്പൊ തന്നെ അയാൾ മൈക്കിലൂടെ പറഞ്ഞു, അല്ലേ, നമ്മളെ ലിംബാളെ കളഞ്ഞു കിട്ടിയ 30 രൂപ കൊണ്ടുവന്നു തന്നിരിക്കുന്നു, നല്ല കുട്ടി, സത്യസന്ധനായ കുട്ടി എന്നൊക്കെ വിളിച്ചു പറഞ്ഞു. അക്കൊല്ലം ഞങ്ങളുടെ ക്ലാസ് കായിക മത്സരങ്ങളിൽ തോറ്റുപോയിരുന്നു. സ്പോർട്സ് തോറ്റിരുന്നു അക്കൊല്ലം. ഹെഡ്മാസ്റ്റർ എന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അഭിനന്ദിച്ചതിനു ശേഷം ഞാൻ എന്റെ ക്ലാസ്സിലെത്തിയപ്പോൾ ക്ലാസ് ടീച്ചർ ഹീരേമഠ് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഹീരേമഠിന്റെ ക്ലാസ് ടീച്ചറാണ്. അവര് ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. എന്നെ കണ്ടയുടൻ അദ്ദേഹം കുറച്ചു നേരം അദ്ദേഹം നിർത്തിവെച്ചു. അദ്ദേഹത്തിനെ കണ്ട ഉടനെ അദ്ദേഹം നിർത്തിവെച്ചു. പിന്നെ പറഞ്ഞു, ഇക്കൊല്ലം നമ്മൾ സ്പോർട്സിൽ തോറ്റുപോയി. സാരമില്ല, എന്നാൽ ഈ കുട്ടി ലിംബാളെ കാണിച്ച സത്യസന്ധതയുണ്ടല്ലോ, അത് ഈ ക്ലാസിന്റെ മുഴുവനും വിജയമാണ്. എന്റെ സത്യസന്ധത എനിക്ക് നൽകിയ ആനന്ദം ആ 30 രൂപയേക്കാൾ എത്രയോ വലുതായിരുന്നു. നോക്കൂ, എനിക്ക് തന്ന ആനന്ദം, അവരുടെ ഒരു അംഗീകാരം, അല്ലെ, ഒരു പ്രോത്സാഹനം, എന്റെ സത്യസന്ധത, അല്ലെ, എനിക്ക് നൽകിയ ആനന്ദം, വല്ലാത്തൊരു ആനന്ദം ഉണ്ടായി മനസ്സിൽ. അത് ആ 30 രൂപയേക്കാൾ എത്രയോ അന്നത്തെ 30 രൂപ എന്താ ആലോചിച്ചു നോക്കൂ. എന്തൊരു 30 രൂപ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എത്ര രൂപയാണ് ഇത് കളഞ്ഞു കിട്ടിയെന്ന് പറയുമ്പോൾ അതൊക്കെ വേറെ കുട്ടികളെ കൈ കിട്ടിയാൽ എന്താ ചെയ്യും? അതൊക്കെ ദൂർത്തടിച്ചിട്ട് കളയും, അല്ലെ, ആരും പറയില്ല. അങ്ങനെ ഇവരൊക്കെ പറഞ്ഞ പോലെ ചെയ്യും. സിനിമ കാണാൻ പോവുക, അല്ലെങ്കിൽ പകുതി എടുക്കുക, അല്ലെ, അങ്ങനെ ചെയ്യുക, ഇഷ്ടം പോലെ ടൗണിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ കളിക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. ഇതാ കുട്ടി സത്യസന്ധത, നേരെ അതാണ് ലിംബാളുടെ സത്യസന്ധത. അതിന് കിട്ടിയ അംഗീകാരം, അല്ലെ, ആ 30 രൂപയേക്കാൾ ഏറ്റവും വലുതായിരുന്നു എന്നാ പറഞ്ഞത്. നോക്കൂ, പദച്ഛേദം, മണി പ്ലസ് അടിച്ചു, മണി അടിച്ചു, അല്ലെ, യാഗമം. കണ്ട പ്ലസ് ഉടൻ, കണ്ടയുടൻ, അവിടെയും യാഗമം. ആ പ്ലസ് കൊല്ലം, അക്കൊല്ലം, ദിത്വം. പിന്നെ ഈ പ്ലസ് കൊല്ലം, ഇക്കൊല്ലം, ദിത്വം. അപ്പൊ ഇതാണ്, ഇത്രയേ ഉള്ളൂ ഇതിൽ കാര്യങ്ങൾ. നോക്കൂ, ഇതില് കാളിയത്ത് ദാമോദരന്റെ വിവർത്തനാണെന്ന് മനസ്സിലാക്കുക. ലിംബാളയുടെ ഈ അക്രമാശി വിവർത്തനം ചെയ്തത് കാളിയത്താണ്. കാളിയത്ത് പിന്നെ അദ്ദേഹത്തിന്റെ കൃതിയാണ്, അദ്ദേഹത്തിന്റെ വിവർത്തനമാണ്. അപ്പൊ നമ്മള് ഈ പുസ്തകം, ഈ അക്രമാശി എന്നുള്ള ഈ പുസ്തകത്തില് അതിൽ നമുക്ക് പറയുമ്പോൾ നമുക്കറിയാം, ഇതില് അക്രമാശി എന്ന് പറഞ്ഞാൽ ശരൺകുമാറിന്റെ ആത്മകഥ എന്ന് മനസ്സിലാക്കുക. പിന്നെ ദളിത് സാഹിത്യകാരനാണ് ലിംബാളെ, അതും മനസ്സിലാക്കുക. അദ്ദേഹം 25 വയസ്സിൽ എഴുതിയിട്ടുള്ളൊരു ആത്മകഥയാണ് ഇത്, അല്ലെ, 25 വയസ്സിൽ എഴുതിയിട്ടുള്ള ആത്മകഥയാണ്. മറാത്തിയിലെ ദളിത് സാഹിത്യത്തിലെ ക്ലാസിക് കൃതിയാണ് ഇത്, മറാത്തിയിലെ, എന്ന് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇത് വിവർത്തനം ചെയ്തതാരാണ്? കാളിയത്ത് ദാമോദരൻ. പിന്നെ അടിയാള വർഗം അനുഭവിക്കുന്ന ഉച്ചനീചത്വമാണ് ഇതിലൂടെ പറയുന്നത് കേട്ടോ. ജീവിതാനുഭവങ്ങൾ തീഷ്ണമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുപോലെ ദാരിദ്ര്യവും തീഷ്ണമായിരുന്നു. പിന്നെ അർദ്ധജാതിയാണ് ഇവര്, അല്ലെ, കീഴ്ജാതി ആയിരുന്നു ഇവര്. പിന്നെ ഇതില് തൊഴിൽ രഹിതനായിട്ടുള്ള കുമാർമാവുണ്ട്, അല്ലെ, പിന്നെ അമ്മ ശാന്താത്തിയുണ്ട്, ഒരു പഴക്കച്ചവടം നടത്തുകയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചപ്പു ചവറുകള് ഒരു ഭാഗത്ത്, അല്ലെ, വിശപ്പ് മറ്റൊരു ഭാഗത്ത്. ചവറിന് കാശ് കിട്ടും, പക്ഷെ ഇവരുടെ ദളിതരുടെ ദാരിദ്ര്യത്തിനും വിശപ്പിനും തീരെ വിലയുണ്ടായിരുന്നില്ല എന്നർത്ഥം. ഇങ്ങനെയാണ് നമുക്ക് ഈ പിന്നെ അന്നത്തെ കാലത്ത് ഈ മഹർജാതി ആരും അവർക്ക് പിന്നെ ചെരുപ്പ് പോലും കുത്തി കൊടുക്കില്ല, ചെരുപ്പ് തുന്നി കൊടുക്കില്ല. മഹർജാതി പറഞ്ഞ ഏറ്റവും താഴ്ന്ന ജാതിയായിരുന്നു, അല്ലെ. ഇദ്ദേഹത്തിന്റെ ഏറ്റവും 2 കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് സത്യസന്ധത, അല്ലെ. അപ്പോ ആ സത്യസന്ധതയുടെയാണ് പിന്നെ അദ്ദേഹം ഏറ്റവും നല്ലൊരു നമ്മളെ വീട്ടിൽ ഭട്ടതിരിപ്പാട് പറഞ്ഞിട്ടുണ്ടായി, ജീവിതത്തിലെ സത്യസന്ധത എന്ന് പറഞ്ഞാൽ ചെക്ക് ബുക്കിനേക്കാൾ നമ്മളെ സഹായിക്കും സത്യസന്ധത ഉണ്ടെങ്കിൽ. നമുക്ക് എവിടെയെങ്കിലും യാത്രയുടെ സമയത്ത്, ജീവിതയാത്രയിലെ സമയത്ത് ചെക്ക് ബുക്ക്, പൈസക്ക് ചെക്ക് ബുക്ക് വേണം, അല്ലെ. അപ്പോ ആ ചെക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ പണമാണ്, ചെക്ക് ബുക്ക് അത് വേണം എന്നർത്ഥം എവിടെ യാത്രയുടെ സമയത്ത്. പക്ഷെ ഈ സത്യസന്ധത എവിടെയും ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ബുക്കിനേക്കാൾ ഉപകരിക്കും എന്ന് പറയണ്ട വീട്ടിൽ പടുതരിപ്പാട്. അപ്പൊ ആ സത്യസന്ധത പുലർത്തിയ ആളാണ് നമ്മുടെ ലിംബാളെ, കുട്ടിക്കാലപ്പേണ്ണി. അതാണ് അദ്ദേഹത്തിന് വലിയ ആളാക്കി മാറ്റിയത്. ഇത്രയും പിന്നെ ഒരു എഴുത്തുകാരനാക്കി മാറ്റി അദ്ദേഹത്തിനെ. ഇത്രയും നല്ല ആ ജീവിതത്തിൽ പുലർത്തിയിരുന്ന സത്യസന്ധത അത്ര വലിയ ആളാക്കി മാറ്റി, അല്ലെ. അതെന്നും അദ്ദേഹം ഓർക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതില് ഇങ്ങനെ ഏകദേശം ഇത്രയാണ് കാര്യങ്ങൾ നമുക്ക്
ഉള്ളൂ. ഇനി ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്, ചോദ്യോത്തരങ്ങളുണ്ട് അല്ലെ. ഇത് ചോദ്യോത്തരം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ചോദ്യോത്തരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അക്കർമാശിയിലെ ഒന്നാമത്തെ ചോദ്യോത്തരം. അതില് പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകളുണ്ട് അഭ്യാസത്തില്. പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകൾ, കർമാശിയിലെ ആവശ്യത്തിലെ അനുഭവങ്ങളൊക്കെ ഉണ്ട്. പൊയ്കയില് അതിലെ പിന്നെ അപ്പച്ചന്റെ പാട്ട് അല്ലെ, അത് നമുക്കൊന്ന് പിന്നെ നോക്കി നോക്കാം എന്താണ് ആ പാട്ട് എന്ന് അല്ലെ. അദ്ദേഹത്തിന്റെ പാട്ടിന്റെ പ്രത്യേകത നോക്കി നോക്കാം. അതിലെ നോക്കിക്കോളൂ. മുൻപിതാക്കൾക്കു വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ എൻ പ്രിയ സോദരരെ, അടിമവേലകൾ ചെയ്ത് ഇടയില്ലാതെ അടിയേറ്റു കഷ്ടപ്പെട്ടു വലഞ്ഞ് താതനെ ഒരിടത്തും മാതാവെ വേറിടത്തും കുട്ടികൾ അനാഥരായി മഴമഞ്ഞു വെയിലേറ്റ് ഒട്ടേറെ വലഞ്ഞവർ, ഭക്ഷണം കിട്ടുന്നില്ല, താഴുകൾ തുടലുകൾ ഇട്ടവർ പൂട്ടിക്കെട്ടി മുൾക്കാമ്പാൽ അടിച്ചിടുന്നു. എന്താണ് അന്നത്തെ ഈ ദളിതന്മാരെ ചെയ്തിരുന്ന ഒരു വല്ലാത്തൊരു അല്ലെ, എന്താ വെച്ചാ ക്രൂരത, അല്ലെങ്കിൽ അവരോട് ചെയ്തിരുന്ന പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെയാണ്. ദളിതർ അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങള്. അവര് കുട്ടിക്കാലത്ത് അവർ അനാഥരായിരുന്നു, അച്ഛനെ ഒരിടത്ത് കെട്ടിയടിക്കുക, മാതാവിനെ ഒരിടത്ത് പണിപ്പിക്കുക അല്ലെ, ഇടയില്ലാതെ അടിക്കുക അല്ലെ. ഒരു നമ്മൾ എന്താ വെച്ചാൽ അടിമവർഗം പോലെ, അടിമവർഗം അനുഭവിച്ചിട്ടുള്ള ഒരു ദുരന്തങ്ങളാണ്. മൃഗങ്ങളെക്കാൾ അത്രയധികം അവരെ പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. മഴയും മഞ്ഞും വെയിലേറ്റ് ഒട്ടേറെ വലഞ്ഞു അവര് നടന്നു, പണിയെടുത്ത് നടന്നു. മഴയും വെയിലൊക്കെ അവർക്കൊന്നും വിശ്രമിക്കാൻ പറ്റില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കില്ല അല്ലെ. അവരെന്ത് ചെയ്യും, കയ്യിലും കാലിലൊക്കെ അവര് വിലങ്ങ് വെക്കും, എന്നിട്ട് പൂട്ടിക്കെട്ടും, എന്നിട്ട് അവര് മുൾക്കാമ്പാൽ അടിക്കും. എന്തൊരു ക്രൂരതയായിരുന്നു. അപ്പൊ അക്കർമാശിയിലും ആവിഷ്കരിച്ചിരുന്ന അനുഭവങ്ങള് ഇതിലോ തന്നെയാണ്, ജാതീയതയും പ്രശ്നങ്ങളും അല്ലെ. അതെന്താണെന്ന് നിങ്ങൾ ചോദ്യത്തിൽ എഴുതിക്കോളൂ. ചോദ്യത്തിന് ഗ്യാപ്പ് കൂടെ ഉത്തരം എഴുതിക്കോളൂ. പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകൾ, പൊയ്കയിൽ അപ്പച്ചന്റെ പാട്ടുകൾ എന്ന കൃതിയിലെ വരികളാണിത്. ജാതിപരമായ അസമത്വങ്ങൾ, പീഡനങ്ങൾ, അടിമവേല, അനാഥത്വം തുടങ്ങിയവയാണ് കവിതയിൽ പരാമർശിക്കുന്നത്. അപ്പച്ചൻ പറയുന്നത് പോലെ ഇത്രയധികം അനുഭവിച്ച വ്യക്തിയാണ് അക്കർമാശിയുടെ കർത്താവായ ശരൺകുമാർ ലിംബാളെ. രക്ഷിതാക്കളുടെ തണൽ കിട്ടാതെ അമ്മാവന്റെയും അമ്മായിയുടെയും ആശ്രയത്തിലായിരുന്നു ലിംബാളയുടെ കുട്ടിക്കാലം. ജാതീയമായ പല അസമത്വങ്ങളും പീഡനങ്ങളും അനുഭവിച്ചു. വീണ് കിട്ടിയ ചെരുപ്പ് നന്നാക്കാൻ പോയപ്പോൾ മഹാർ ജാതിയാണെന്ന് പറഞ്ഞ് അവഗണിച്ചു.
അവഗണിച്ചു. ലിംബാളെ അനുഭവിച്ച മറ്റു പീഡനമാണ് ദാരിദ്ര്യം. ലിംബാളെ അനുഭവിച്ച മറ്റൊരു പീഡനമാണ് ദാരിദ്ര്യം. മറ്റൊരു പീഡനമാണ് ദാരിദ്ര്യം. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പഴവണ്ടി ഉന്തിയും ചപ്പുചവറുകൾ പെറുക്കി വിറ്റുമാണ് കഴിഞ്ഞത്. ചപ്പുചവറുകളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ പലതും കിട്ടുമോ എന്ന് പരതി നോക്കുമ്പോൾ കിട്ടിയിരുന്നത് മനുഷ്യ വിസർജ്യമാണ്. അപ്പച്ചൻ വർണ്ണിച്ചതിനേക്കാൾ എത്രയോ ദാരുണമായിരുന്നു ലിംബാളയുടെ അനുഭവം. ഓക്കെ, രണ്ടാമത്തെ എഴുതിക്കോളൂ. ഉത്തരം എഴുതിക്കോളൂ. അക്കർമാശിയിലെ സ്നേഹസമ്പന്നയായ ഒരു കഥാപാത്രമാണ് ശാന്ത ആത്യ. ലിംബാളുടെ മുത്തശ്ശി. കുമാർ മാമയായിരുന്നു ഭർത്താവ്. അദ്ദേഹത്തിന്റെ മടി കൊണ്ട് ജോലി നഷ്ടപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങളിൽ പതറാതെ മുന്നോട്ട് നീങ്ങിയ ശാന്ത ആത്യ പഴം വിൽക്കാനായി പോകും. പഴം വിറ്റുവരുമ്പോൾ കുമാർ മാമ ഉണ്ടാക്കിയ കടക്കാർ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയതോടെ പഴക്കച്ചവടം നിർത്തി. പിന്നീട് പഴയ ചാക്ക് തോളിലിട്ട് ചപ്പുചവറുകൾ പെറുക്കിക്കൂട്ടി വിൽക്കാൻ തുടങ്ങി. പ്രാരാബ്ധങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന വ്യക്തിയല്ല ശാന്തമ്മായി.
ജീവിതത്തോടെ പൊരുതി ജയിക്കുന്ന സ്വഭാവക്കാരിയാണ് ശാന്താത്യ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. നമുക്ക് പപ്പാതി എടുക്കാം. ചോദ്യത്തിന് ഗ്യാപ്പോടെ ഉത്തരം എഴുതിക്കോളൂ. ലിംബാളയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു സന്ദർഭം. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വഴിയിൽ നിന്ന് കളഞ്ഞു കിട്ടിയ 30 രൂപ സുഹൃത്തിന്റെ യാതൊരു നിർബന്ധങ്ങൾക്കും വഴങ്ങാതെ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിച്ച സംഭവം ലിംബാളെ എന്ന വിദ്യാർത്ഥിയുടെ സത്യസന്ധതയെയും ആത്മാർത്ഥതയെയും ലക്ഷ്യബോധത്തെയും എടുത്തു കാണിക്കുന്നു. അത് മതി. ഇനി അടുത്ത ചോദ്യം, 4ാമത്തെ ചോദ്യം. ചോറുകൾക്ക് പകരം എഴുതിക്കൊള്ളു. ഉത്തരം എഴുതുക. കുട്ടിക്കാലത്തെ ദാരിദ്ര്യവും അതിൽ നിന്ന് രക്ഷ നേടാൻ അവർ തിരഞ്ഞെടുത്ത ഉപജീവന മാർഗവും സമ്മാനിക്കുന്ന പൊള്ളുന്ന ജീവിത യാഥാർത്ഥ്യമാണ് ഇവിടെ കാണുന്നത്. ദിവസവും പെറുക്കിയെടുക്കുന്ന ചവറുകൾ കൊണ്ട് വിശപ്പടക്കാൻ കഴിയാതെ വന്നിരുന്നു. അതിനേക്കാൾ കനം അവിടെ വിശപ്പിനായിരുന്നു. പെറുക്കിയെടുക്കുന്ന വസ്തുക്കളിൽ നിന്നും കിട്ടുന്ന തുക അവർക്ക് വിശപ്പടക്കാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ കിട്ടുന്ന പണത്തേക്കാൾ ഭാരം വിശപ്പിനായിരുന്നു. അടുത്ത ഒരു ചോദ്യമാണ്. കണ്ണീരും കിനാവുന്നു കേട്ടോ. പടപ്പായസത്തിന് ശർക്കര പൊതിഞ്ഞുകൊണ്ട് വന്ന കടലാസ് തിരുപ്പള്ളിയുടെ മേപ്പടിക്കുണ്ടിൽ ഋഷി വെച്ചിരുന്ന സമയത്ത് ഞാനെടുത്ത് വായിക്കാൻ തുടങ്ങി. കണ്ണീരും കിനാവും. പാഠഭാഗം വീട്ടിയുടെ ആത്മകഥാഭാഗവും വിശകലനം ചെയ്ത് ആത്മകഥയുടെ സവിശേഷതകൾ വിവരിക്കുക. അല്ലെ, എഴുതിക്കോളൂ. ആത്മകഥയുടെ സവിശേഷത. ഒരു വ്യക്തി തന്റെ ജീവിത വഴികളും അനുഭവങ്ങളും സ്വന്തം വാക്കുകളിൽ എഴുതി വയ്ക്കുന്ന
വാക്കുകളിൽ എഴുതി വയ്ക്കുന്ന കലാസൃഷ്ടിയാണ് ആത്മകഥ. താൻ പിന്നിട്ട വഴികളെക്കുറിച്ചും തന്റെ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളും ചിന്തകളും ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നു. ലിംബാളുടെ അക്കർമാശിയും വീട്ടിയുടെ കണ്ണീരും കിനാവും അത്തരത്തിലുള്ള ആത്മകഥകളാണ്. ലിംബാളെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും പരാശ്രയത്വവും നിസ്സഹായതയും വേദനാത്മകമായ ബാല്യകാലവും പാഠഭാഗത്ത് വിവരിക്കുന്നു. അതുപോലെ തന്റെ ആദർശ ജീവിതത്തിന്റെ ഉദാഹരണമായ സത്യസന്ധതയുടെ സംഭവം അവതരിപ്പിക്കുന്നു. വീട്ടി കണ്ണീരും കിനാവും എന്ന കൃതിയിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സാധാരണ വിദ്യാഭ്യാസ ജീവിതം നിഷേധിക്കപ്പെട്ട അദ്ദേഹം സ്വന്തം പരിശ്രമത്താൽ വിദ്യയുടെ ആദ്യാക്ഷരങ്ങൾ നുണഞ്ഞ ഒരു സന്ദർഭം ഈ ഭാഗത്ത് അവതരിപ്പിക്കുന്നു. ഇത്തരം തീവ്രമായ അനുഭവങ്ങളും അഭിലാഷങ്ങളും ഒരു ആത്മകഥയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത സവിശേഷതയാണ്. ഇനി അടുത്തൊരു ചോദ്യം, ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് തരാം അല്ലെ. ദിവസേന പൊട്ടിയ കുപ്പിയും കീടലകാസവും പഴനുണിയും ഒക്കെ പെറുക്കി നടന്നിട്ടില്ലെങ്കിൽ അന്നത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത അവസ്ഥയായി ചവറുകൾക്ക് പോലും തൂക്കി നോക്കേണ്ടത്. ഇത്തരത്തിൽ ജീവിത ദുരിതം പേറുന്ന നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുമില്ലേ? അവരെ സഹായിക്കാനായി നമുക്ക് ചെയ്യാവുന്നത് എന്തെല്ലാം? ഇത് നിങ്ങൾക്ക് സ്വന്തം ചെയ്യാനുള്ളതാണ്. സഹചരുടെ കണ്ണീരൊപ്പം ഈ വിഷയത്തിൽ പ്രഭാഷണം കേട്ടോ. അത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യുക, പ്രഭാഷണം കേട്ടോ. അതൊക്കെ ഹോംവർക്കാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ അഡീഷണൽ ആയിട്ട് പരീക്ഷയ്ക്ക് വന്ന ഒരു ചോദ്യം കൂടി എഴുതിക്കോളൂ. പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ്, പിന്നെ 8 മാർക്ക് വന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എഴുതിക്കോളൂ. ഞാൻ പറയാം. അക്കർമാശി എന്ന പാഠഭാഗത്ത് തെളിയുന്ന സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരിക്കുക. ഇത് പരീക്ഷയ്ക്ക് വന്നതാണ്, 8 മാർക്കിന് വന്നതാണ്. 8 മാർക്കില്ല, 6 മാർക്കിന് കേട്ടോ. 6 മാർക്കിന് വന്നതാണ്. 6 മാർക്കിന് വന്നതാണ് കേട്ടോ. വിവരണം തയ്യാറാക്കുക. ചോദ്യം എങ്ങനെയാണ്? സാമൂഹിക ജീവിതത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. അത് എഴുതിക്കോളൂ. ശരൺകുമാർ ലിംബാളയുടെ
ആത്മകഥയാണ് അക്കർമാശി. അദ്ദേഹത്തിന്റെ ജീവിതവുമായി അഭേദ്യ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ഇതിന് അഭേദ്യ ബന്ധമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ഇതിന് അഭേദ്യ ബന്ധമുണ്ട്. ഉത്തരേന്ത്യൻ ഗ്രാമത്തിൽ അർദ്ധജാതിയിൽ പിറന്ന് സ്വയം അനുഭവിച്ചറിഞ്ഞ ദാരിദ്ര്യത്തിന്റെയും ജാതീയമായ അസമത്വങ്ങളുടെയും പീഡനങ്ങളുടെയും ഭീതിതമായ സാഹചര്യങ്ങളുടെയും നേർചിത്രമാണ് ഈ കൃതി. അടുത്ത പാരഗ്രാഫ് എഴുതാം. ജാതീയമായ വിഭജനമാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത്. ഉയർന്ന ജാതിക്കാർ താഴ്ന്ന ജാതിക്കാരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നില്ല. പൊതുവായി കിണറുകളോ വാഹനങ്ങളോ പോലും അന്ന് അനുവദിച്ചിരുന്നില്ല. ബ്രാക്കറ്റിൽ അംബേദ്കറുടെ അനുഭവവും ഏറെ പ്രസിദ്ധമാണ്. ബ്രാക്കറ്റ് ക്ലോസ്. അംബേദ്കറുടെ അനുഭവവും ഏറെ പ്രസിദ്ധമാണ്. കാരണം അംബേദ്കർക്ക് വെള്ളം കുടിക്കാൻ നടന്നാൽ അലഞ്ഞു നടക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാൻ ഒരു പൊതുകിണറിൽ പോയ സമയത്ത് അവിടെ വെച്ച ആൾക്കാർ അയാളെ കല്ലുകൊണ്ട് എറിഞ്ഞാട്ടി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അനുഭവം. ഓക്കെ, അപ്പൊ അത് എഴുതിയാൽ മതി. അടുത്ത പാരാഗ്രാഫ്. പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റോ അടിമകളായോ ആണ് ദളിതരുടെ ജീവിതം. ജന്മം കൊണ്ടും ജീവിത രീതി കൊണ്ടും പാർശ്വവൽക്കരിക്കപ്പെട്ടതായിരുന്നു ലിംബാളയുടെ കുട്ടിക്കാല ഗ്രാമജീവിതം. കുട്ടിക്കാലത്തെ ഗ്രാമജീവിതം. സ്കൂൾ ജീവിതത്തിൽ പോലും ഇത്തരം വേർതിരിവുകൾ ഉണ്ടായിരുന്നു. എല്ലാ കുട്ടികളും ചെരുപ്പുകൾ ധരിക്കുമ്പോൾ ദളിതർക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല. ലിംബാളെ പോലും ചെരുപ്പിട്ടിരുന്നില്ല. ഒടുവിൽ ശാന്തമായി കൊടുത്ത വാറുപൂട്ടിയ ചെരുപ്പാണ്
ചെരുപ്പാണ് അദ്ദേഹം ഉപയോഗിച്ചിരുന്നത്. ദളിതർക്കിടയിൽ പോലും വിവേചനം നിലനിന്നിരുന്നു. ദളിതർക്കിടയിൽ പോലും വിവേചനം നിലനിന്നിരുന്നു. സാധാരണക്കാരനായിരുന്ന ചെരുപ്പ് കുത്തി ലിംബാളയുടെ ജാതി മഹർ എന്ന് മനസ്സിലാക്കുന്നതോടെ, ലിംബാളയുടെ ജാതി മഹർ എന്ന് മനസ്സിലാക്കുന്നതോടെ ചെരുപ്പ് നന്നാക്കി കൊടുത്തില്ല. ഇനി മതി. ഇനി അടുത്ത ഒരു വിഗ്രഹങ്ങള്. പഴക്കട എങ്ങനെ വിഗ്രഹിക്കുക? പരീക്ഷയ്ക്ക് ചോദിച്ചതായിരുന്നു. പഴക്കട, പഴം വിൽക്കുന്ന കട കേട്ടോ. പഴക്കട, പഴം വിൽക്കുന്ന കട, അങ്ങനെ വിഗ്രഹിക്കുക. തീവണ്ടിയോ? തീയാൽ ഓടുന്ന വണ്ടി. വിശിഷ്ട നിമിഷം, വിശിഷ്ടമായ നിമിഷം. മഹാകവി, മഹാനായ കവി. അങ്ങനെയാണ് ഗ്രഹിക്കുക. മഹാനായ കവി. അതാണ് മഹാകവിയുടെ കാര്യങ്ങൾ. അങ്ങനെ ഗ്രഹിക്കുക കേട്ടോ. ഇനിയിപ്പോ നമ്മളെ ഇതില് വേറെ നമുക്ക് എന്തൊക്കെയാണ് വിചാരിച്ചെങ്കില്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിത പശ്ചാത്തലം അല്ലെ, അതായത് ഒരുപാട് അനുഭവങ്ങള് ഉള്ള എഴുത്തുകാര് പിന്നെയുണ്ടല്ലോ അല്ലെ. ഒരുപാട് ഇപ്പൊ നമ്മളെ ഇദ്ദേഹത്തിന്റെയൊക്കെ പാലൂരൊക്കെ ഉള്ള എഴുത്തുകാരെ അവരുടെ ചില വാക്കുകളും അതുപോലെ ചിന്തകളും നമുക്ക് ജീവിതത്തിൽ വഴികാട്ടിയാവാറുണ്ട് ചിന്തകള്. ഇപ്പൊ പാലൂരിന്റെ ഒരു സംഭവം. അദ്ദേഹം ആരുമറിയാതെ ഇല്ലത്തുനിന്ന് പുറത്തു കടന്നു. പുറത്തെ മാളികയുടെ വടക്കുഭാഗത്തായി ഒരു വലിയ കുളമുണ്ട്. ശിവക്ഷേത്രവും ചുറ്റിയ മുണ്ടുകൊണ്ട് വലിയൊരു കല്ല് വയറ്റത്തു കെട്ടി കുളത്തിൽ ചാടി മരിക്കാൻ തീരുമാനിച്ചു. കുളത്തിന്റെ അടുത്തെത്തി. കുറച്ചു മാറി കൃഷിക്കാർ ചക്രം ചവിട്ടുന്നു, പാട്ടുകളും പാടുന്നുണ്ട്. മരണം ഒരിക്കലേ ഉള്ളൂ. ഒരു വ്യക്തി മരിച്ചാൽ ലോകത്തിന് ഒന്നും സംഭവിക്കില്ല. ചിന്തിച്ചപ്പോൾ പാലൂരിന് ദുഃഖം തോന്നി. ദുഃഖിക്കുന്നതിനെ കുറിച്ചു തന്നെ ദുഃഖം തോന്നി. ജിയുടെ വരികൾ ഓർമ്മ വന്നു. കേവലം ഘനീഭൂതമായ കടിരാണി ഭൂതലം, നെടുവീർപ്പാണി അന്തരീക്ഷം പോലും. ദാരിദ്ര്യം, രോഗം, ദുഃഖം, മർത്യജീവിതത്തിന്റെ പേരിലും പടർപ്പിലും പൂവിലും കൈപ്പിൻ ഗന്ധം അല്ലെ. ഇതൊക്കെ ഒരു ജീവിതത്തെക്കുറിച്ചും മരണത്തിന്റെ നിസ്സാരതയെക്കുറിച്ചും പറയുന്ന വരികളാണ്. ഒന്നുറപ്പിച്ചു, ആത്മഹത്യ വേണ്ട, കുളത്തിൽ പോയി കുളിച്ചു. ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ഇങ്ങനത്തെ ഒരു വാക്കുകളുണ്ട്. അവരൊക്കെ ജീവിതത്തെ അനുഭവിച്ച ആത്മകഥയിലുള്ളതാണ് പലവരുടെ അല്ലെ. ജീവിതത്തെ അനുഭവിച്ചൊരു കാര്യങ്ങളാണ്. അപ്പൊ അവര് ആത്മഹത്യ ഇത് പ്രകൃതിയോട് നോക്കിയ സമയത്ത് ആത്മഹത്യ നിന്ന് പിന്തിരിഞ്ഞു. ആത്മഹത്യ കൊണ്ട പിന്നെ കുളത്ത് പോയി കുളിച്ചു എന്ന് ഓർത്തു അല്ലെ. ഇങ്ങനെ ജീവിത പരാജയങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വിശപ്പ് കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങളും. അപ്പൊ അതേപോലെ തന്നെ ഞങ്ങളുടെ വിശപ്പും വയറും മാത്രമല്ല പറഞ്ഞില്ലേ, ഞങ്ങളുടെ ത്രാസിൽ വെച്ച് തൂക്കി നോക്കുകയാണെന്ന് ദിവസം മുഴുവൻ അലഞ്ഞു നടന്ന് വാരിക്കൂട്ടുന്ന ഷവറിന്റെ തൂക്കം ഇല്ലെങ്കിലും ഉണ്ടോ ഞങ്ങളൊപ്പമുള്ള മനുഷ്യർക്കെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരനുഭവിച്ച പീഡനം. അവരൊന്നും ഒരിക്കലും അതിനെ അതിജീവിക്കുക ചെയ്തത്, അല്ലാതെ അവർ ആത്മഹത്യ ചെയ്യല്ല ചെയ്തത് കേട്ടോ. അതൊക്കെ നിങ്ങളൊന്ന് ഓർക്കുക. ഇവിടെയൊക്കെ ഓരോ ഓർമ്മക്കുറിപ്പും. പിന്നെ നമുക്ക് അദ്ദേഹം പറയുമ്പോൾ, ചങ്ങമ്പുഴ പറയുമ്പോൾ തന്നെ, ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ നേരിടും അല്ലെ. ഇതൊക്കെ അദ്ദേഹത്തിന് അതുപോലെ തന്നെയാണ് അദ്ദേഹം ഈ നമ്മുടെ ലിംബാളയുടെ ജീവിതാനുഭവങ്ങളും. മടിക്കുന്നതൊക്കെയും, അദ്ദേഹം വലിയ ആളായില്ലേ, അന്ന് ദാരിദ്ര്യവും പട്ടിണിയായിരുന്നു, ജീവിതം കൊടുക്കുന്നില്ല ഇവർക്ക്. പക്ഷെ അത് ജീവിച്ചിട്ട് അത് അതിജീവിച്ചിട്ട് ഇപ്പൊ അവർക്ക് സുഖമായി. ഇപ്പൊ ഉയർന്ന
അല്ലെ ഉയർന്ന സ്റ്റാൻഡായി അല്ലെ, ഉയർന്ന മേഖലയിലേക്ക് എത്തി. അപ്പൊ അവർക്ക് അതിലും വലിയ വിശപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഒക്കെ എല്ലാവരും അദ്ദേഹത്തിനെ പരിഗണിക്കുന്നു. അപകടന എന്ന് പറഞ്ഞ സംഭവം എല്ലാവരും അതിനെ ബഹുമാനിക്കുന്നു. അപ്പൊ ആ ഒരു വഴിയിലൂടെ, കുട്ടിക്കാലത്തെ വഴിയിലൂടെ അങ്ങനെ അതിനെ അതിജീവിച്ച് നടന്ന് അനുഭവിച്ച് നടന്ന് പിന്നെ ഉയരങ്ങളിലെത്തി. അതാണ് ഇപ്പൊ ഈ ചങ്ങമ്പുഴയുടെ വാക്കും അല്ലെ, ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ച് ജീവിതത്തോട് ഞാൻ നേരിടും. അങ്ങനെയൊക്കെയുള്ള കുറെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോ ഏകദേശം നമുക്ക് ഒരുപാട് ഇത്രയൊക്കെ കാര്യങ്ങളായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കുക. നമുക്ക് വേഗം ഇതിന് ആൻസർ ഒക്കെ എഴുതി വാട്സപ്പ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ, പദച്ഛേദങ്ങളൊക്കെ ഗ്രഹങ്ങളൊക്കെ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളെ പിന്നെ സ്വന്തമായി എഴുതിയിട്ട് എനിക്ക് അയച്ചു തരാം. അതല്ലെങ്കിൽ തന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. വായിക്കുന്ന സമയത്ത് സ്ഥലത്ത് എങ്ങനെ വിഗ്രഹിക്കുക, സ്ഥലത്ത് എങ്ങനെ പദച്ഛേദം, എന്താ സന്ധ്യ വരുന്നതെന്നൊക്കെ നോക്കിയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾ എന്നെ അറിയിക്കുക കേട്ടോ. ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ. പിന്നെ നിങ്ങൾ ഏതായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നമുക്കിനി അടുത്ത ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു യൂണിറ്റിലുള്ള എസ് കെ പൊറ്റക്കാടിന്റെ ഞാൻ കഥാകാരനായ കഥയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. ഓക്കെ, നന്ദി, നമസ്കാരം.